ഈ മതം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ശരിക്കും ടോണി സെബാസ്റ്റ്യന് തോന്നിയത്? സെബി ആദ്യം പറഞ്ഞതുപോലെ ആദ്യം ഒരു ദിവസം അങ്ങ് മതം ഉപേക്ഷിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഉപേക്ഷിച്ചതല്ല. അത് പതുക്കെ 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 നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പിടിയിൽ നിൽക്കാതെ വന്നപ്പം മതം നമ്മളെ ഉപേക്ഷിച്ച് കിടന്നതാണ്. കാരണം ഞാൻ 2015 കാലഘട്ടം ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊന്നും പോയാൽ കുറച്ചുകൂടി ഒരു ആത്മീയ ജീവിതത്തിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പല കാര്യങ്ങളും ഒരു പൊരുത്തക്കേടുകൾ തോന്നുന്നു. അത് എന്താണ് കൂടുതൽ അറിയാൻ വേണ്ടി അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരുടെയും കഥകൾ മോഷ്ടിച്ചെടുത്ത് അടിച്ചുണ്ടാക്കിയ ഒരു ബുക്കാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഇതിന് പുറകെ നടക്കുന്നത് എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ സമൂഹത്തെയൊക്കെ പേടിച്ച് നമുക്കൊരു സാമൂഹിക ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ മിണ്ടാതെയൊക്കെ കുറെ നാളത്തെ നിന്നു. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പതുക്കെ അറിയാതെ എവിടെയെങ്കിലും ഫേസ്ബുക്കിലൊക്കെ എവിടെയെങ്കിലും ഒരു ഇത് കാണുമ്പോൾ അറിയാതെ ഒരു കമന്റ് ഇട്ട് പോകും. അപ്പൊ അത് കാണുന്ന അയൽക്കാരൻ നോക്കിയിട്ട് ഇവർ അങ്ങനെയാണല്ലോ കമന്റ് ഇട്ടത് എന്ന് വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറെ കമന്റ് ചെയ്യും. അങ്ങനെ പതുക്കെ 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 ആകുമ്പോഴത്തേക്കും മാറുന്നു. പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഇത് മുഴുവൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തിനാ ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ദിവസം ഭാര്യ ഞങ്ങൾ ആ സമയത്ത് ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്നു കേട്ടോ. 2015 മതവിശ്വാസമൊക്കെ ഇതാണെന്ന് മനസ്സിലായപ്പോഴും പള്ളിയിൽ പോയിരുന്നു. 2016 എന്റെ മോന്റെ ഹോളി കമ്മ്യൂണിയൻ വളരെ വിപുലമായിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിലൊന്നും പോയിരുന്നപ്പം ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ പോകേണ്ടത് എന്ന് ചോദിച്ചു. അതോടുകൂടി ഞങ്ങൾ പള്ളിയിൽ പോക്കങ്ങ് അവസാനിച്ചു. പിന്നെ ഇത് പറഞ്ഞ പള്ളിയിൽ നിന്ന് പിരിവിന് വന്നപ്പോഴത്തേക്കും അന്നേരം ഭാര്യയാണ് ചോദിച്ചത്, നിങ്ങൾ പള്ളിയിലൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഈ പിരിവ് മാത്രം കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതോടെ പിരിവ് നിർത്തി. ആ പിരിവ് അങ്ങോട്ട് ചെല്ലുന്നത് നിന്നപ്പം അവർ ഇങ്ങോട്ടുള്ള വരവ് നിർത്തി. അതോടുകൂടി നമ്മുടെ മതം പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് താഴെ പോയി. പ്രിൻസ് റാഷ്മൽ അല്ലെ? ഈ പേര് ഏത് പ്രായത്തിലാണ് ഈ പ്രിൻസ് റാഷ്മൽ എന്നുള്ള പേര് സ്വീകരിച്ചെന്ന് പറയണം. അത് മതം വിട്ട പ്രായത്തിലായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ മതം വിട്ട് കഴിഞ്ഞതിന് ശേഷം മോശപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഏത് പ്രായത്തിലാണ് മതം വിട്ടത്? എത്ര വർഷമായി അല്ലെങ്കിൽ മതം വിട്ടിട്ട്? എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഈ കൃത്യമായിട്ടൊരു ഡേറ്റോ സമയമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒന്നും പറയാൻ ഇതിന് പറ്റത്തില്ല. കാരണം ആ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയത്തക്ക ഒരു ഇതൊന്നുമില്ല. നമ്മളിത് ഗ്രാജുവൽ ആയിട്ട് ഓരോ തവണ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ തിരിച്ചറിവുകൾ എല്ലാം ഇങ്ങനെ ഗ്രാജുവലായിട്ട് വന്ന് കുറെ ചിലത് നമ്മൾ കുറേശ്ശെ ആയിരിക്കും നിർത്തി വരുന്നത്. പല കാര്യങ്ങൾ ആദ്യം നിർത്തും, അത് കഴിഞ്ഞ് ആദ്യം പ്രാർത്ഥന നിർത്തി, അത് കഴിഞ്ഞാണ് അമ്പലത്തിൽ പോക്ക് നിർത്തിയത്. ഈ അമ്പലത്തിലെ പോയി നിന്നിട്ട് നമ്മുടെ ഈ ഇന്നസെന്റ് കൈയൊക്കെ കെട്ടി മിഥുനത്തിൽ നിൽക്കുന്ന പോലെ ഓക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നുള്ള ഒരു ശാഠ്യത്തോടെ ഒക്കെ നിന്നിട്ടുണ്ട്. പിന്നീട് മൊത്തത്തിൽ അമ്പലത്തിന്റെ പുറത്തോട്ടായി. അതിനുശേഷം സൗദി അറേബ്യയിലൊക്കെ വന്നതിന് ശേഷം ഒരു അജ്ഞേയവാദം എന്ന രീതിയിൽ ഒരു അഗ്നോസ്റ്റിസം തന്നെ ആയിരുന്നു. അപ്പം എന്റെ വിവാഹം ഒരു മത വിവാഹം തന്നെയായിരുന്നു. മാട്രിമോണിയിൽ നിന്നാണ് നടന്നത്. അപ്പോഴും ഒരു അജ്ഞേയവാദിയാ എന്തോ ഒരു ശക്തി എന്ന ഒരു രീതിയിൽ തന്നെ വിശ്വസിച്ചു നിന്നിരുന്ന സമയമാണ്. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട് ഉള്ള വിപിൻ പേരാമ്പ്ര എന്ന് പറയുമ്പോൾ അവനാണ് പറയുന്നത്, നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം അപ്പോഴെല്ലാം മറ്റേ ഈ മതസൗഹാർദ്ദം ആ ഒരു രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. എല്ലാ മതങ്ങളുമോ ശംഖുനാദം അല്ലെങ്കിൽ ആ വാങ്കുവിളിയുടെ സംഗീതം ആ ഒരു രീതിയിലൊക്കെ ഉള്ള എൻ്റെ ഇപ്പോഴും നമ്മുടെ ഫേസ്ബുക്കിലെ പഴയ മെമ്മറീസ് ഒക്കെ വരുമല്ലോ, ഇത്ര വർഷം മുമ്പുള്ള മെമ്മറീസിന്റെ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ ചിരിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിരുന്നതെന്നൊക്കെ. അപ്പോ അവൻ പറഞ്ഞ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു FB ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിലാണ് ആദ്യമായിട്ട് ഇറങ്ങിയാടാ നിനക്ക് പറ്റുന്ന ഒരു ഗ്രൂപ്പ് അന്ന് കയറി നോക്കാൻ പറഞ്ഞ് ആദ്യമായിട്ട് ഞാൻ കയറി നോക്കിയിട്ട് ആദ്യമായി കാണുന്ന വീഡിയോ ആണ് നമ്മുടെ ജബ്ബാർ മാഷിന്റെ വീഡിയോ ആണ് കാണുന്നത്. ആദ്യമായി ഞാൻ പുള്ളിയുടെ വീഡിയോ തന്നെയാണ് കണ്ടു തുടങ്ങി. പിന്നീട് അതിൽ ആക്റ്റീവായി. പിന്നീട് പതുക്കെ എന്റെ വിവാഹമൊക്കെ നടക്കുന്ന സമയത്തും ഞങ്ങൾ 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ആദ്യം ആലോചനകളെല്ലാം വന്ന് അപ്പോഴും ഈ അഗ്നോസ്റ്റിസം കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മാട്രിമോണിയിൽ കൂടെ ഞാൻ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയുടെ അമ്മയടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ പെൺകുട്ടിക്ക് 7 ചൊവ്വയോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് പ്രശ്നമില്ല, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളുടെ വിവാഹം നടത്തി തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രശ്നമില്ല മോനെ, പക്ഷേ
ബന്ധുക്കാര് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും എന്ന രീതിയിലാണ് അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി. അങ്ങനെ ഒരു 4-5 പേര് റിജക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ പേരും പറയും. പിന്നെ അത് നടക്കുന്നില്ല എന്ന് കൂട്ടി നോർമലായിട്ടൊരു വിവാഹം. അപ്പോഴും പകുതിയെ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. പല കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ വിട്ടിട്ടില്ല. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഫസ്റ്റ് ദിവസമൊക്കെ നമ്മൾ അമ്പലത്തിൽ പോക്ക് എന്നൊരു പറഞ്ഞ ചടങ്ങുണ്ട് ഹിന്ദുവില്. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ട് അമ്പലത്തിൽ പോകണം എന്നുണ്ട്. അപ്പം അപ്പോഴും വൈഫ് അകത്ത് പോയി, ഞാൻ വെളിയിൽ ബൈക്കിൽ കൈ കെട്ടി ഇങ്ങനെ ഏതാണ് ഈ മുന്നിക്കര നിൽക്കുന്ന പോലെ ഒരു സ്പോസിലൊക്കെ നിന്ന്, അത് പിന്നീട് ഒരു വിശ്വാസിയെ ഒരു അജ്ഞേയവാദി അല്ലെങ്കിൽ ഒരു അഗ്നോസ്റ്റിസ് വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ അടിയിടുക, ഇല്ല എനിക്കിത് പറ്റത്തില്ല, അങ്ങനൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അവരെയും അവരുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലും ഇടപെടുക, അതൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുകയില്ല. അപ്പൊ അതാണല്ലോ നമ്മൾ ഫ്രീ തിങ്കേഴ്സ് എന്ന് നമ്മൾ തന്നെ പറയുന്നത്. നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നു, അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരവും നമ്മൾ തുറന്നിട്ട് കൊടുത്തേക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം. നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഗ്രാജുവൽ ആയിട്ട് വന്ന് ഇപ്പോഴും മേഖല ഞാൻ ഒരു 80-85% ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും വിട്ടിട്ടുള്ളൂ, പലതിലും വിടാറുണ്ട്. ഹോമിയോ ഒക്കെ വിട്ടൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ എല്ലാ വിശ്വാസമാണ്, ഇപ്പൊ ആയുർവേദം ആയാലും ഹോമിയോ ആയാലും എല്ലാ വിശ്വാസമാണെന്ന് പറയുന്ന പോലെ വിട്ടത് വളരെ ഗ്രാജുവൽ ഈ തൊട്ട് ഒരു 3 വർഷം 4 വർഷം വരെ ആയിട്ടുള്ളൂ. നമ്മള് ഈ ദൈവവിശ്വാസികളെ എപ്പോഴും ആർക്കും ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഒരു ഇന്റലിജൻസ് ഡിസൈനർ ഉണ്ട് എല്ലാത്തിനും പറയല്. ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഇന്റലിജൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതായത് ഇതൊക്കെ ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറയിൽ എന്തെങ്കിലും ഉണ്ടാവില്ല. ഒരു തരം ഫിലോസഫിക്കൽ ടേസ്റ്റ് ഉള്ള ഒരു തരം ആർഗ്യുമെന്റ് ആണത്. അപ്പൊ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലേ? എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? സയൻസിന് ഒരു ഉത്തരവുണ്ടെങ്കിൽ ആ സയൻസിന്റെ ഉത്തരത്തിന് മുകളിലായിട്ട് മറ്റൊരു ഉത്തരവും നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം സയൻസിന്റെ ഉത്തരം എന്ന് പറയുന്നത് അത്രയേറെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് ആ ഉത്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തേണ്ടുന്നത് സയൻസിന്റെ മേഖലയിലാണ്. അവിടെ ഫിലോസഫി കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഈ ഫിലോസഫി എന്ന് പറയുന്നതിന് നമ്മൾ മലയാളത്തിൽ ദാർശനികത എന്ന് പറയും. അതായത് നമ്മൾ ദർശിക്കുന്ന കാര്യങ്ങളെ സമാനമായിരിക്കുന്ന മറ്റൊരു സാഹചര്യത്തിൽ അത് ഇന്നതുപോലെ പ്രവർത്തിക്കും എന്നുള്ള ഒരു താരതമ്യ പഠന രീതിയാണ് ഫിലോസഫിയുടെ അടിസ്ഥാനം. ഇവിടെ പലപ്പോഴും ഇവർ പറയുന്നതാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ഫിലോസഫിയിൽ ഇങ്ങനൊരു 3 പരസ്പര ബന്ധമില്ലാത്ത 3 സ്റ്റേറ്റ്മെന്റുകൾ പറയും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1, 2 ശരിയാണെങ്കിൽ 3 ശരിയാണ് എന്നുള്ള ഒരു അസംഷനിലാണെന്ന് പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: നിലനിൽക്കുന്ന എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കണം. പ്രപഞ്ചം നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാകുന്ന ഒരു കാരണമുണ്ട്, അതാണ് ദൈവം എന്നുള്ളതാണ് ആ ആർഗ്യുമെന്റ് പറയുന്നത്. ഇത് 10ാം നൂറ്റാണ്ടിലെ മറ്റോ കലാം അൽ ഗസാലി എന്ന് പറയുന്ന ഇമ്മൽ കലാം അൽ ഗസാലി എന്ന് പറയുന്ന ഒരു അറേബ്യൻ ഒരു എഴുത്തുകാരനാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് വെച്ചത്. നമ്മൾ ഇതിനകത്ത് ഈ 3 സ്റ്റേറ്റ്മെന്റുകളും അതൊന്നും അതിന്റെ ഓർഡർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഇല്ല എന്നും പറയാൻ പറ്റും. അതായത് നിലനിൽക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട്, തുടക്കമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ദൈവത്തിന് തുടക്കമില്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്നും പറയാൻ പറ്റും. അതായത് ഒരേ കാര്യത്തെ തന്നെ എങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ നടത്തിയിരിക്കുന്നത്. ഇനി ഈ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിലെ ഒരു മനുഷ്യനാണ്, ഒരു ജീവിയാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പല സാധനങ്ങളും ആർക്കും ഉണ്ടാക്കിയതാണ്. കസേര ആശാരി ഉണ്ടാക്കിയിരിക്കുന്നു, പഴംപൊരി വേറൊരാൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കാൻ വേറൊരാൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ ക്വാണ്ടം ടണലിംഗ് എന്ന് ഫിസിക്സ് പറയുന്നൊരു കാര്യമുണ്ട്. അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് അവിടെ പ്രത്യേകിച്ച് കാരണം വല്ലതുമുണ്ടോ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം
പാർട്ടിക്കിൾ വളരെ സൂക്ഷ്മമായ പാർട്ടിക്കിളിന്റെ സ്വഭാവമാണ് അതിന് ടണൽ ചെയ്തു പോകാൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മളിപ്പോ ഒരു വളരെ തണുത്ത ഒരു പ്രതലത്തിലേക്ക്, വളരെ നിരപ്പായിരിക്കുന്ന ഒരു പ്രതലത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കുകയാണ് അതിന്റെ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ, അതായത് -15 or 20 ഒക്കെ ആണെങ്കിൽ അതിൽ ആദ്യം തന്നെ വെള്ളത്തിൽ ഒരു പാറ്റ ഉണ്ടാകും. സ്നോ ഫ്ലേക്സ് എന്ന് പറയും. ഒരു പ്രത്യേക പൂവിന്റെ പടം പോലെ ആയിരിക്കും തന്നെ. ഇതാരെങ്കിലും പ്രത്യേകിച്ച് അവിടെ നിന്ന് പോയിട്ട് വരച്ചെടുക്കുന്നതല്ല. ആ വെള്ളത്തിന്റെ സ്വഭാവം അനുസരിച്ച്, വെള്ളത്തിന് ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക്കുമായിട്ടുള്ള 2 അഗ്രങ്ങളുണ്ട്. അതനുസരിച്ച് അത് വിന്യസിക്കുമ്പോൾ അതിനുണ്ടാകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി മാത്രമാണ് അത്. ആ പ്രോപ്പർട്ടിയെ നമ്മൾ കണ്ടിട്ട് അതിന് പിന്നിൽ ഒരാളുണ്ട് എന്ന് സങ്കല്പിക്കുന്ന പോലെ അതിനൊരു തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടിട്ട് പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ ഒരാളുണ്ടെന്നാണ്. ഇനി വിശ്വാസികൾ അവർ പറയുന്നത് പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് 2 കാരണമുണ്ടെന്ന് പറയാത്തത്, അല്ലെങ്കിൽ 3 കാരണമുണ്ടെന്ന് പറയാത്തത്? ഇപ്പൊ നമ്മൾ മേശ ഉണ്ടാക്കാമെന്നാണ് പറയുന്നതെങ്കിൽ മേശ ഒരു ആശയം വന്നിട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല. അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മരം ഉണ്ടാവണം, അത് അറുത്ത് പാകത്തിലുള്ള തടിയായിരിക്കണം, അത് ഉളി വേണം, കൊട്ടുപൊടി വേണം, പശ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വിശ്വാസികൾ ഇതൊന്നും എടുക്കില്ല. അവർ പറയുന്നു ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഈ ആശയം മാത്രം മതി, അതുകൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിൽ ഒരാള് എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ 2 ദൈവങ്ങളായാലും എന്താ കുഴപ്പം? അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നായിരിക്കും പറയുന്നത്. ഇനി ഈ പ്രപഞ്ചം ഇതുപോലെ ആവുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കാരണമാണ് ഗ്രാവിറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് അല്ലയോ ഗ്രാവിറ്റി നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു, പുകഴ്ത്തുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദ ഗ്രാവിറ്റി എന്ന് പറയാറുണ്ടോ? അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി ഗ്രാവിറ്റിയുടെ വാല്യൂ എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇവര് വിശ്വാസികൾ മുമ്പോട്ട് വരുന്ന പ്രപഞ്ചത്തിന് ഒരു കാരണം എന്ത് എന്ന് അവർ തർക്കങ്ങളിലോ ആർഗ്യുമെന്റുകളിലോ വരുന്ന ആ കാരണമല്ല അവരുടെ ജീവിതത്തിൽ എടുക്കുന്നത്. അല്ലെ, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്, കാരണം ഇതെല്ലാം പറഞ്ഞു വന്നിച്ച് അവൻ പറയും എന്ത് ചെയ്യണം, അവളെ കൂടെ ശൂരം കയറ്റണം. എന്തിനാണ്? പ്രപഞ്ചം ഉണ്ടായതിന് ആ ആദ്യ കാരണത്തിന് അത് വേണമെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ കുട്ടിയെ മാമോദിസം വെക്കണം, മ്യൂട്ടിലേറ്റ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ പിന്നീട് പറയുന്നത്. അത് ഇവർ പറയുന്ന ദൈവം എന്ന് പറയുന്ന വാദവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി മറ്റൊന്ന് പറഞ്ഞാല്, ഈ പ്രപഞ്ചം ഒരാൾ ഉണ്ടാക്കിയതാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരാളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ കുറച്ച് മാവെടുത്ത് തലേ കോരി ഒഴിച്ചിട്ട് തിളച്ചെണ്ണയ്ക്കകത്തൊക്കെ എടുത്ത് ചാടി പൊരിഞ്ഞു വരുമല്ല ചെയ്യുന്നത്. അയാൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ണിയപ്പം അപ്പുറം ഇരിക്കും, അയാൾ അയാൾ പണിക്ക് പോകും. അല്ലെങ്കിൽ ഒരു ആശയിൽ മേശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിയുമ്പോൾ മേശ അവിടെ ഇരിക്കും, അയാൾ പണി കഴിഞ്ഞ് പോകും. അയാൾക്കൊരിക്കലും മേശയുടെ ഭാഗമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ പ്രപഞ്ചം ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതാണെങ്കിൽ അയാൾക്കൊരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ അകത്തിരിക്കാൻ പറ്റത്തില്ല. അല്ലെ, നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആൾക്ക് ഉണ്ണിയപ്പത്തിന്റെ അകത്ത് കയറിയിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾക്ക് പ്രപഞ്ചത്തിന്റെ അകത്തിരിക്കാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിന് വെളിയിൽ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അപ്പൊ ആ ആർഗ്യുമെന്റും ഒരിക്കലും നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നതല്ല. ഇനി മറ്റൊന്ന് പറയുന്നത് ഇന്റലിജന്റ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ബുർജ് ഖലീഫയേക്കാൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അതിന്റെ ഉദ്ഘാടന ദിവസം അത് തകർന്നു വീണ് 50,000 പേര് മരിച്ചാൽ നമ്മൾ അതിന്റെ എഞ്ചിനീയറെ വിളിച്ചിട്ട് പൊന്നാട എണീക്കുമോ? ഈ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഉൽക്കാപകങ്ങൾ, അതേപോലെ തന്നെ ഹിമയുഗങ്ങൾ, ഇതിലൂടെയൊക്കെ തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടായി വന്നിരിക്കുന്ന ജീവവർഗങ്ങളിൽ 95% ജീവവർഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജീവവർഗങ്ങളിൽ അതിൽ തന്നെ താരതമ്യേന പുതിയതായിരിക്കുന്ന ഒരു ജീവവർഗമായ മനുഷ്യനാണ് പറയുന്നത്, കണ്ടോ ഇതിനെ എല്ലാത്തിനെയും വളരെ കറക്റ്റായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കാബേജ് എടുത്തിട്ട് ഇങ്ങനെ കുറുകെ മുറിച്ച് നോക്കിയാൽ ആദ്യമായിട്ട് കാബേജ് കാണിച്ചാൽ അവൻ പറയും, ഓ ഇതാരാ ഇത്രയും ഭയങ്കര കൃത്യമായിട്ട് ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതാരും അടുക്കി വെച്ചതല്ല, കാബേജിന്റെ സ്വഭാവം അനുസരിച്ച് അത് അങ്ങനെയും ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്തോട്ട് ഇല വരുന്നതോറും അത് അങ്ങനെയും ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മളൊരു ഡിസൈൻ കണ്ടെത്തിയിട്ട് ഈ ഡിസൈന് പിന്നിൽ വേറൊരാളുണ്ട് എന്ന് ആരോപിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഈ മരുഭൂമിയിലൊക്കെ മണൽ കാറ്റടിക്കുമ്പോഴത്തേക്കും മണലൊരു പ്രത്യേക പാറ്റേൺ വരും. നമ്മൾ പല പാറ്റേണിൽ മണൽ കിടക്കുന്നുണ്ട്, അവിടെയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കാണുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് പറയും ഇത്ര മനോഹരമായിട്ട് ഈ മണൽ എങ്ങനെ വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ മണലാരും പ്രത്യേകിച്ച് വാരിയിട്ടതല്ല. അവിടെ നിന്ന് നമ്മൾ കാണുന്ന നമ്മുടേതായ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണിനെ നമ്മൾ അത് വളരെ മനോഹരമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു രീതിയാണ്. ഇനി ഇതേപോലെ തന്നെ സെവി ചോദിച്ച പോലെ തന്നെ വേറൊരു ആർഗ്യുമെന്റ് ഉണ്ട്. ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടാപ്പാടെല്ലാം കഴിക്കുന്നത്. അവർ പറയുന്ന മറ്റൊന്നാണ് പിന്നെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അത് ഒരു ബിഷപ്പ് ആൻസലം എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നത്. ഈ ബിഷപ്പുമാർ കൊണ്ടുവരുന്ന വാദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക,
അത് അവരുടെ പവർ കൊണ്ട് മാത്രമേ നമുക്ക് അവർ സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ദൈവം 3 ആളുണ്ട്, പക്ഷെ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ബിഷപ്പും അച്ഛന്മാരും പറയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ലോജിക്കിന് ഒരാള് ഉണ്ട്, 3 ആളുണ്ട്, ആകെ എത്രയുള്ളതെന്ന് ചോദിച്ചാൽ 1, ഒന്നേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ 3, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാവില്ല. പക്ഷെ അവരതിനെ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വിശദീകരിക്കാനുള്ള പറ്റും. ഇതേപോലെയാണ് ഈ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അവിടെ അവർ പറയുന്നത് നിങ്ങൾക്കൊരു കാര്യത്തെ സങ്കല്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് പോസിബിളി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം നിങ്ങളോട് പറയാം ഹിമക്കരടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹിമക്കരടിയെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹിമക്കരടിയുടെ ഒരു രൂപം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദൈവം ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഈ വാദത്തിന്റെയും ഒരു ചുരുക്കം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രൂപം സങ്കല്പിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. അല്ലെങ്കിൽ മാലാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, ചിറക്, ഇതൊക്കെ വന്നാൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് ഈ വാദവും ഒരിക്കലും ശരിയല്ല എന്ന് ഇതിനു മുമ്പ് തന്നെ പല ആളുകളും തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ വിശ്വാസികൾക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന 1-2 വാദങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു കഥയുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, ടോമി വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇത് മനസ്സിലാവുന്നത് ഈ വിശ്വാസികൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു കാരണം അവരുടെ ഒരു ബ്രോഡനായിട്ട് അവർ കാര്യങ്ങളെ കാണാത്തതുകൊണ്ടാണ്. ഒരു പ്രത്യേക ആംഗിളിൽ കൂടെ മാത്രം ഒറ്റ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഒരു കുറച്ചുകൂടി അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ബ്രോഡനാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെയല്ല, വേറെ സാധ്യതകളുണ്ട്, വേറെ സാധ്യതകൾ അവർ അന്വേഷിക്കുന്നില്ല. അതാണ് അതിനൊരു പ്രശ്നം. ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് നമുക്ക് പരിണാമപരമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ചില കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അകത്തുനിന്ന് ഒരു പാറ്റേൺ ഉണ്ടാക്കി അതിനൊരു കാരണം എത്തിക്കുക. നമ്മുടെ ഊർജം അധികം ഉപയോഗിക്കാതെ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ എക്സിസ്റ്റൻസിന് ഏറ്റവും നല്ലതായിരുന്ന ഒരു കാര്യം. അത്തരത്തിലൊരു വയറിങ് നമ്മുടെ തലച്ചോറിനുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ യുക്തിസഹമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു മേഖലയുമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം വയറിങ്ങുകൾ ഒരുപോലെയല്ല. അതായത് വെൻട്രോമീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം വളരെ യുക്തിസഹമായിട്ട് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ യുക്തിപരമായിട്ട് അധികം ചിന്തിച്ചാൽ പ്രശ്നമാണ്. നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ യുക്തിയിലൂടെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ശബ്ദം കേട്ട് കഴിയുമ്പം ആ ശബ്ദം എന്താണ്, ഇതിന്റെ ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ പുലിയാണെങ്കിൽ ഒന്ന് പിടിച്ചു പോകും. അതല്ല, ശബ്ദം കേൾക്കുമ്പോഴേ ഓടുന്നവനാണെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വെൻട്രോമീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നിടത്തെ ന്യൂറൽ വയറിങ്ങുകൾ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ, അത് കൂടുതൽ കുറവായിട്ടായാലും കരുതണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ, കാരണം നമ്മുടെ എല്ലാ ശേഷികളും പല വ്യത്യസ്തങ്ങളാണ്. ഇപ്പൊ ചിലർക്ക് ഓഡിറ്ററി ഏറിയാം, അതുള്ളവർക്ക് നല്ല പാട്ടുകാരായിരിക്കും, അവർക്ക് കാരണം ശബ്ദത്തിന്റെ ആ വിന്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതുപോലെ വിഷ്വൽ ഏരിയ ഉള്ളവർക്ക് അവർക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ സാധിക്കും, കാരണം അവരൊരു കാര്യം കണ്ടെന്നാൽ അതിനെ വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ വെൻട്രോമീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന അവിടുത്തെ ന്യൂറോൺ വയറുകൾ കുറച്ച് ശക്തമാണെങ്കിൽ അവൻ കുറച്ച് യുക്തിസഹമായിട്ടായിരിക്കും ചിന്തിക്കുക. എന്നാൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി ആ ഭാഗത്തെ നമുക്ക് ന്യൂറൽ ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ തലേ ദിവസം വരെ വലിയ യുക്തിവാദിയൊക്കെ ആയിരുന്ന ആളാണെങ്കിൽ പോലും പിറ്റേ ദിവസം ആകുമ്പോൾ പ്രാർത്ഥന, ദൈവം, ശക്തി എന്നൊക്കെ പറയും. കാരണം അവനെ യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഭാഗം അവിടെ ഓഫായി പോകും, മറ്റേ ഭാഗം അവിടെ ഉണർന്ന് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ചിലര് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശ്വാസികളൊക്കെ ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പ്രിൻസിനോട് അടുത്ത ചോദ്യം. ഇപ്പൊ വിശ്വാസികളൊക്കെ സാധാരണ ചോദിക്കാറ് കോമൺ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വേണ്ട, എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ കളിയാക്കുന്നത്? നിങ്ങൾക്ക് പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വേണ്ട, നിങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത്, അവരെ ആക്രമിക്കാൻ പോകുന്നത്? അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഞാൻ നേരത്തെ വിട്ടുപോയൊരു ഉത്തരം. ഇപ്പോഴാ ഈ റാഷണൽ എന്ന പേര് ഞാൻ അങ്ങനെ പേര് ഗസറ്റിൽ കൊടുത്ത് മാറ്റിയതൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എന്റെ പേരിനോട് ചേർത്തന്നേ ഉള്ളൂ. എനിക്കിപ്പം എന്റെ പേരിന്റെ കൂടെ അച്ഛന്റെ പേര് എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊണ്ട് നടക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് റാഷണൽ എന്നുള്ളത്. ആ പേര് തന്നെയാണ് ഞാനിപ്പോ ഒരു പേജ് FB തുടങ്ങിയപ്പോഴും ഞാൻ ആ പേര് തന്നെയാണ് എടുത്തത്. എനിക്കിപ്പം ഇഷ്ടപ്പെട്ട ഒരു വാക്കായതുകൊണ്ട് മാത്രം ഞാനത് ചേർത്തന്നേ ഉള്ളൂ. പിന്നെ ഈ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന, അല്ലെങ്കിൽ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ അപഹാസ്യമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പരിഹസിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളത് എന്നാൽ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നിർത്തിയേക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുമോ?
അതായത് നിങ്ങൾക്ക് ചുറ്റുപാടുകളെല്ലാം ക്ലീൻ ആയി കിട്ടുകയും വേണം, പക്ഷെ നിങ്ങൾക്ക് ഒട്ട് അധ്വാനിക്കാനും വയ്യ. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാനും വയ്യ. അതൊരു വല്ലാത്ത ഒരു അസുഖമാണ് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഇപ്പം ആരുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് നമ്മളിപ്പോ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു യുക്തിവാദി അവന്റെ യുക്തിബോധം വളർത്താൻ വേണ്ടി ആരെങ്കിലും ആക്രമിച്ചെന്നോ എവിടെങ്കിലും ബോംബ് പൊട്ടിച്ചെന്നോ ഒന്നും നമുക്ക് കേൾക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, വിശ്വാസികൾ ഇത് ചെയ്യാറുമുണ്ട്. അവരുടെ വിശ്വാസം വളർത്താൻ വേണ്ടി അവർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഇന്റലക്ച്വൽ പരമായിട്ടും തെളിവ് അധിഷ്ഠിതമായിട്ടും, അതായത് നമ്മൾ പറയുന്ന തന്നെ തെളിവുകൾ നയിക്കട്ടെ എന്നാണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ. നമ്മളാരെയും വീട്ടിൽ കയറി അടിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? ഞങ്ങൾ ചെയ്യത്തില്ല, നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ആർഗ്യുമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതാണ്ട് ഇതേപോലത്തെ ഒരു ചോദ്യം ടോമിയോട് ചോദിക്കാണ്. അതായത് വളരെ ശാന്തമായിട്ട് ഒന്നിനും പോകാതെ ജീവിക്കുന്ന നിരീശ്വരവാദികൾ കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എസൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായിട്ട് ആക്രമിക്കുകയാണ് വിശ്വാസികളെ. പക്ഷേ ഇഷ്ടംപോലെ ലോകത്ത് നിരീശ്വരവാദികളുണ്ട്. അവർ നിരീശ്വരവാദികളാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവരും ആരെ ആക്രമിക്കാൻ പോകില്ല, അവർക്ക് വിശ്വാസമില്ല, അങ്ങനെ ജീവിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എസൻസ് ഇങ്ങനെ എല്ലാ മതവിശ്വാസികളെ ആക്രമിച്ച് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? വിശ്വാസികൾ വേണ്ട ക്വയറ്റ് ആയിട്ട് ജീവിച്ചാൽ പോലെ. ഇപ്പൊ ടോമി ക്വയറ്റ് ആയിട്ട് നിരീശ്വരവാദിയാണ്, ആരോടും പറയാതെ ജീവിച്ചാൽ പോലെ. എന്താണ് ടോമി? ഒന്നാമതായിട്ട് വിശ്വാസികളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. വിശ്വാസികളെ ആരെയും ആക്രമിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് ബഹളം വെക്കുകയോ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറയുകയോ പള്ളിയിൽ പോകുന്ന ആളെ വഴിക്ക് വെച്ച് തടയുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വകാര്യമായി അനുഷ്ഠിക്കേണ്ടുന്ന മത ആചാരങ്ങളും സംഭവമൊക്കെ എടുത്തുകൊണ്ട് പൊതുവഴിയിലേക്ക് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ സാധനം എടുത്തോണ്ട് മാറ്റിവെക്കൂ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, വീടിന്റെ അകത്ത് കയറി നിന്നിട്ട് തലയിൽ എന്തെങ്കിലും അമ്മങ്കടോ എന്തെങ്കിലും എടുത്ത് കുറെ നേരം തുള്ളിക്കോ, പക്ഷെ വഴിയിൽ നിന്ന് തൊഴിലാൽ ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇടപെടേണ്ടതായിട്ട് വരും. പിന്നെ എന്തായിരുന്നു ചോദ്യം? മറ്റൊരു കാര്യം, ക്വയറ്റ് ആയിട്ട് ജീവിച്ച പോലെ എന്ന് ചോദിച്ചെന്നാല്, ഇപ്പൊ ഇവിടെ ശ്രീകുമാർ സാറിന്റെ പ്രഭാഷണം നമ്മൾ കേട്ടു. ഇത് അറിയാവുന്ന ലോകത്തിലുള്ള ഒരേ ഒരു വ്യക്തി ശ്രീകുമാർ സാറാണെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീകുമാർ സാറിനെ പോലെ ഈ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വേറെയുണ്ട്. അവർ ക്വയറ്റായിട്ടിരിക്കുന്നു. അവർ ക്വയറ്റായിട്ട് ഇരുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ഇത് ആദ്യമായിട്ട് കേട്ട ഒരു വിഷയമായിട്ടും നമുക്ക് ഇതുവരെ അറിയില്ലാത്ത ഒരു വിഷയമായിട്ടും തോന്നിയത്. അപ്പോ ശ്രീകുമാർ സാർ അത് പറയാൻ തയ്യാറായതുകൊണ്ട് സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും തെറിവിളികളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും സാർ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെയാണിത്. സാറിന് ഇത് ശരിയല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ആ ബുദ്ധിമുട്ടാണ് എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് സാറിന് എങ്ങനെയാണോ തോന്നിയത് അത്രയും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഈ മതവും ഇതുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാസമായില്ലെന്ന് തോന്നുന്നു, ഒരു പിതാവ് അയാളുടെ മകളുടെ വായില് വിഷം ഒഴിച്ചു കൊടുത്തു, ആ കുട്ടി മരിച്ചു. എന്തായിരുന്നു പ്രശ്നം? ആ കുട്ടി അയാൾ വിശ്വസിക്കുന്ന ആ ഒരു എ എന്ന ദൈവത്തെയാണ് അയാൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന മറ്റേ ആൾ ബി എന്ന് പറയുന്ന ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പം എക്ക് ബിയെ ഇഷ്ടമില്ല, അതുകൊണ്ട് അയാളുടെ മകളെ കൊന്നു. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇതിന് കാരണം എന്താണ്? ഈ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിലുള്ള ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ഒരാളുടെ ജീവൻ അവിടെ ഇല്ലാതായി പോയത്. ഇപ്പൊ ഗാസയിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേറൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിൽ ശത്രുതയിലാണ്. ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ അവിടെ മരിച്ചു വീണ 15,000-ലധികം ആളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നവരാണ്. ആ കുട്ടികൾക്ക് അവകാശമുണ്ടായിരുന്നവരാണ്. അവരുടെ അവകാശങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് വിശ്വാസികളോടും ആരുടെ അടുത്ത് പോയിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ട് നിന്റെ വിശ്വാസം നിർത്തറ എന്ന് പറയുന്നില്ല. അതിന്റെ പേരിൽ ആരുടെയും കഴുതറക്കുന്നുമില്ല. അത് ആ ടോമി പറഞ്ഞതിന്റെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ആരെയും എതിർക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളാരെയും കുത്തിപ്പിടിക്കുന്നില്ല എന്നുള്ള ഉദാഹരണം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള വിശ്വാസികൾ. ഇപ്പൊ അവര് ഇപ്പം പണ്ടൊരു ട്രോൾ ഇറങ്ങിയായിരുന്നല്ലോ, ഇപ്പൊ വിളക്ക് കത്തിക്കുന്ന ഭാര്യ അമ്മ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എന്നിട്ട് അവൻ പറയുന്ന ആർച്ചഭാരത സംസ്കാരം എനിക്ക് മാങ്ങാണ്ടിയാണ് എന്ന് പറയുന്ന പോലെ
നമ്മള് അവരോടൊന്നും ചെയ്യുന്നില്ല. ഇപ്പം അമ്മ വിളക്ക് കത്തിക്കാൻ പോവാ, അപ്പം ചെന്ന് വിളക്കെല്ലാം തട്ടി തെറിപ്പിച്ചിട്ട് ഹേയ് തള്ളേ നിങ്ങൾ ഇത് ചെയ്യുന്ന എന്തിനാന്ന് നമ്മളെ ചോദിക്കാറില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്റെ വൈഫ് ഇപ്പോഴും ഒരു മിതവിശ്വാസിയാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ പണ്ട് ഒരു തീവ്ര വിശ്വാസിയായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും പോകാറില്ല. എന്നാൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പുള്ളിക്കാരിക്ക് തന്നെ ചെറിയ ചെറിയ ബോധോദയങ്ങൾ ഉണ്ടായി. ഇപ്പം പുള്ളിക്കാരി ആയുർവേദം പാടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആയുർവേദം ഉപയോഗിക്കത്തേ ഇല്ല. അതെല്ലാം കുറച്ചൊക്കെ നമ്മുടെ സംസർഗം കൊണ്ടായിരിക്കാം. എന്നാലും നമ്മൾ ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഫ്രീ തിങ്കിങ് അല്ലേ. ഇപ്പൊ നമ്മളായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ വഴി തടയലിന്റെ കാര്യം ടോമി പറഞ്ഞത് എനിക്ക് അത് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പം വഴി തടഞ്ഞതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പം ഈ കെട്ടുകുതിരയും അതും ഇതും എല്ലാം നമ്മൾ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ആംബുലൻസിൽ കിടക്കുന്ന നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുതിരയുടെ ഭംഗി നോക്കി നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അതിപ്പോ അത് എന്ത് തരം ഒരു മനോഭാവമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇവർക്ക് ആർക്കും പ്രവർത്തിക്കാനും വയ്യ. പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇവർ തടയുകയും ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വിശ്വാസമുള്ള കുറെ ആളുകൾക്ക് ദൈവം എന്നുള്ളൊരു ആശ്വാസമാണ്. അവർക്ക് കുറെ ആശ്വാസം കിട്ടുന്നുണ്ട് അങ്ങനെ വിശ്വാസമുള്ളതിന്റെ പേരിൽ. ഓക്കെ, അപ്പൊ അവരങ്ങനെ തുടരുന്നതിൽ എന്താണ് കുഴപ്പം? അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവരതിൽ വിശ്വസിച്ച് അവരങ്ങനെ തുടർന്നോട്ടെ. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആശ്വാസം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ലഹരികളും നമുക്ക് ആശ്വാസം തരുന്ന സാധനം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോ ഒരു 3-4 പെഗ് അടിച്ചിട്ട് അവൻ എല്ലാം മറന്ന് ചിലപ്പോൾ അവൻ ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ കണ്ടാൽ മതി. ഈ ആശ്വാസം തരുന്നു എന്ന് പറയുന്നത് ഇവരുടെ ആർഗ്യുമെന്റ് മാത്രമാണ്. അതായത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം കിട്ടി എന്ന് ഇവരുടെ അവകാശവാദമാണ്. അതൊരു വ്യാജ പ്രതീക്ഷയും കൂടാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് അവർക്ക് സത്യത്തിൽ അതിൽ നിന്നല്ല ആശ്വാസം കിട്ടുന്നത്. അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പം ഒരാൾക്ക് കടമുണ്ട്, അവന് അയ്യോ എന്റെ കടകളെല്ലാം മാറണേ എന്ന് പറഞ്ഞ് അവ പ്രാർത്ഥിക്കുന്നുകൊണ്ടല്ലോ. അവൻ ആ കടം വീട്ടാനുള്ള അധ്വാനം നടത്തുന്നുണ്ട്, അവൻ അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്, അതവൻ അവന്റെ കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പണ്ട് ആർസി പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്, ഈ കോഴി പ്രസവിക്കണമെന്ന് പറഞ്ഞ് പോയി പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആട് പ്രസവിക്കണമെന്ന് പറഞ്ഞ് അവര് ആട് പ്രസവിച്ചത് പൊങ്കാല ഇട്ടത് കൊണ്ടല്ലല്ലോ. അപ്പം ഒരു കാര്യം ചെയ്യുന്നു, അത് തൊട്ടു മുമ്പ് നടന്നതിന്റെ ഫലം ഇതാണ് എന്ന് പറയുന്ന പോലെ ഒരു ആർഗ്യുമെന്റ് മാത്രമാണ് ഈ ആശ്വാസം. അങ്ങനെയാണ് ഇപ്പൊ പ്രേമനൈരാശ്യമൊക്കെ വന്നവരും നമ്മൾ കടപ്പുറത്തൊക്കെ പോയിരിക്കുന്നില്ലേ, അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ വേണം കിട്ടുമായിരിക്കും. അതൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ. ആ ചുമ്മാ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ കണ്ണടച്ച് ചുമ്മാ ഏകാഗ്രമായിട്ട് ഇരിക്കുന്നു, തീർന്നു അവിടെ കൊണ്ട് അതിന്റെ യൂസ് തീർന്നു. അത് കഴിഞ്ഞ് അവര് പോയി പ്രവർത്തിച്ചാൽ മാത്രമേ അതിന്റെ ഗുണം അവർക്ക് കിട്ടത്തുള്ളൂ എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ അവരതിന് സമ്മതിച്ചു തരാത്തതിന്റെ. അപ്പൊ ഈ ആശ്വാസം എന്ന് പറയുന്നത് ഒരു വിദ്യയാണെന്നാണ് പറയുന്നത്. അവരുടെ തോന്നലാണ്. പ്രവർത്തിച്ചാലാണ്, പണിയെടുത്താലാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. മറ്റൊരു തോന്നല്. ഇപ്പൊ ഒരു ക്യാൻസർ രോഗി വളരെ അവശതയായി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ അയാൾ ദൈവവിശ്വാസിയാണെങ്കിൽ അയാൾക്ക് മനസ്സിലിങ്ങനെ ഒരാളുണ്ട്, അയാൾ എന്നെ രക്ഷിക്കുക, ഒരു ചെറിയൊരു ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും കിട്ടില്ല. ആ കിട്ടുന്നത് ഒരു തോന്നലാണ്, വിദ്യയാണെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് എന്റെ രോഗം മാറി എന്ന് പറയുന്ന പോലെ അത്രയേ ഉള്ളൂ. അതായത് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് എന്റെ ഇപ്പം ക്യാൻസർ മാറി എന്ന് പറഞ്ഞ വേറെ പറയുന്ന ആൾക്കാരുണ്ട് ഹോമിയോ കഴിച്ചിട്ട്. അപ്പം അതും അവരുടെ തോന്നലാണ്. നമ്മൾ തോന്നലുകളല്ലല്ലോ എടുക്കുന്നത്, നമുക്ക് പ്രൂഫ് വേണം. അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രൂഫ് വേണം, അതിന് കറക്റ്റ് ആയിട്ട് തെളിവുകൾ നിരത്തി വേണം നമുക്ക് സംസാരിക്കാൻ. അല്ലാതെ തോന്നലുകളെല്ലാം എടുക്കാനാണെങ്കിൽ എനിക്ക് പല തോന്നലും ഉണ്ടാവുന്നുണ്ട്, അതെല്ലാം ഇവിടെ ശരിയാവണമെന്നില്ലല്ലോ. ശ്രീകുമാർ സാറ് പറഞ്ഞു നമ്മൾ കാണാത്ത മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കാണിച്ചു തരുന്നത് സയൻസ് ആണ്. ഇവിടെ സയൻസിന്റെ ഒരു മേഖലയുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ക്യാൻസർ പ്രാർത്ഥിച്ചാൽ മാറുമോ എന്നറിയാനായിട്ട് അതിന് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളിലൊന്നും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ എന്നതാണെന്ന് തോന്നുന്നു, അവര് വലിയ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവര് കുറെ രോഗികളില് അവരോട് പറഞ്ഞു, അവര് 16,000 പേഷ്യൻസിനെ എടുത്തിട്ട് അവർ കുറെ പേരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരറിയുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമതൊരു ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവരത് അറിയുന്നില്ല. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാലാമതൊരു ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം അവരോട് പറഞ്ഞില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല.
ഇതില് 3ഉം 4ഉം ഗ്രൂപ്പിലുള്ളവർക്ക് കുറെ കൂടി സ്പീഡ് റിക്കവറി ആയി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ളവർക്ക്, അതായത് പ്രാർത്ഥിക്കുന്നു എന്ന് അറിഞ്ഞവർക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തവർക്ക് അവരുടെ റിക്കവറിയിലെ റേറ്റിൽ വളരെ കുറവാണ് വന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഒരു പാപബോധം ഉണ്ടാവും പലപ്പോഴും. എനിക്ക് ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ അസുഖം വന്നതിന് കാരണം ഞാൻ പണ്ടെന്തോ ചെയ്തെന്തോ കാര്യമായിരിക്കുമോ, ദൈവം എന്നോട് ക്ഷമിക്കുമോ, ഇങ്ങനെയുള്ള ആകുലതകൾ കാരണം അവരുടെ റിക്കവറിയിൽ കുറവ് വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കാണ് കുറച്ചുകൂടി നല്ല റിക്കവറി വന്നത് എന്നാണ് ഡേറ്റകൾ കാണിക്കുന്നത്. പ്രിൻസിനോട് ചോദിക്കട്ടെ, പ്രിൻസ് ഇപ്പൊ വൈഫിന്റെ കേസൊക്കെ പറഞ്ഞു അടുത്തിടയ്ക്ക്. അതുമല്ല, മിക്കവാറും നിരീശ്വരവാദികളുടെയൊക്കെ വീടുകളിലെ അംഗങ്ങളൊക്കെ മിക്കവാറും ഭൂരിഭാഗവും വിശ്വാസികൾ തന്നെയായിരിക്കും. അപ്പൊ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി പണിക്ക് നടക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് എന്താണ് പറയാനുള്ളത്? അത് ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നമ്മള് കൂടുതലും ഇപ്പൊ ഇവര് പറയുന്ന അവര് ഭൂരിപക്ഷമാണ് എന്നാണ് പറയുന്നത്, വിശ്വാസികളെല്ലാവരും. അപ്പൊ അത് അവർക്ക് എതിരെയുള്ള ചോദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഒരു ഭൂരിപക്ഷം, ഇപ്പൊ എന്റെ വീട്ടില് ഒരു 5 പേര് വിശ്വാസികളാണ്, ഞാൻ മാത്രമാണ് ഒരു അവിശ്വാസി. അപ്പം അവർക്ക് 5 പേർക്കും കൂടെ വിചാരിച്ചാല് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനേ ഉള്ളൂ. പക്ഷെ അതവർക്ക് കഴിയുന്നില്ല. അപ്പൊ ഞാൻ സിംഗിൾ ഒരാള് ബാക്കി 5 പേരെയും കൊണ്ടുവരണം എന്ന് പറയുന്നത്, ഇതൊരു കൊണ്ടുവരിക എന്നൊരു സാധനം മറ്റേ ഈ കുഴിയിലോട്ട് തള്ളിയിടുന്നതിന്റെ അത്ര എളുപ്പമല്ലല്ലോ വലിച്ചു കയറ്റാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇതിന്റെ മുകളിലോട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മറ്റേത് ചുമ്മാ ഒരു ഇമോഷനിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ നമ്മൾ ജനിച്ച് വീണ് അപ്പം ചെറുപ്പത്തിലേ ഇപ്പൊ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന സാധനത്തിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് മാറി. പക്ഷെ അവർക്ക് ഇത്ര പ്രായം, ഇപ്പം എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു 62 വയസ്സൊക്കെ ഉണ്ട്. ഇനി അവരെ മാറ്റി എന്നാലേ എന്റെ ഒരു ഐഡന്റിറ്റി എനിക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതൊക്കെ വെറും ഒരു വ്യാജ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരാളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മാതിരി ഈ മതത്തിലേക്ക് ആളെ ചേർക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മളിപ്പോ ഒരു റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ കൂട്ടത്തിലേക്ക് ആള് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ നിരീശ്വരവാദികളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ പണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ സിംഹാനം കുമാറിന്റെ അത്രയേ ഉള്ളെന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്പം കൂടി വരുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറയോട് നമുക്ക് ഒരു ബഹുമാനം അതിൽ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വീട്ടുകാരെ എല്ലാരെയും മാറ്റിയിട്ട് നിങ്ങൾ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടന്നാൽ മതി എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഒറ്റ ഉദാഹരണം പറയാനുള്ളൂ. ഇപ്പം ഒരു കാർഡിയോളജിസ്റ്റ് ആയ അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടറോട് പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്ന് ചോദിക്കുന്ന പോലെ ഒരു വ്യാജ ചോദ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഇവിടെ കമ്പയർ ചെയ്ത് വീട്ടുകാരെ നാട്ടുകാർ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ബോധ്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ? ഓക്കെ. തനുജിക്ക് പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ തനുജിയോട് ചോദിക്കുന്ന ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഞാനത് കട്ട് ചെയ്യാണ്. എന്റെ ചോദ്യം ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാണ്, ടോമിയോടാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള അവസരങ്ങളാണ്. ഇനി ഞാൻ ചോദിക്കാൻ വിട്ടോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. അപ്പൊ ടോമി ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് ടോമിയുടെ മതപരമായ കുടുംബത്തിലെ കാര്യങ്ങള്, കല്യാണം, മക്കളുടെ മാമോദിസ, ഇങ്ങനെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് സ്വസ്ഥമായപ്പോഴാണ് മതം വിട്ടത്. അതിന്റെ പരിപാടിയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? അത് ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം തന്നെയാണ്. മതം ഒരു ദിവസം അങ്ങ് ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു, ഇനി അങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ച് വിട്ടതല്ല. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോൾ അതിനി എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പതുക്കെ പോകുന്നതാണ്. ഇനി ഇത് ചോദിക്കുന്നതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവർ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഇതിനു മുമ്പായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഇട്ട് പിടിക്കാമായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലാണ്. അതൊരു ഭീഷണിയാണ്. അതായത് നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇച്ചിരിയുടെ മുമ്പേ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ വഴിയിലിട്ട് തടഞ്ഞേനെ, നിന്റെ കല്യാണം തടഞ്ഞേനെ, നിന്റെ മാമോദിസ പിള്ളേരുടെ അത് ഇതൊക്കെ നടന്നേനെ എന്ന് പറയും. ഇനി ജീവിതം എന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി തീരുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസികൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പം എല്ലാ കാര്യവും കഴിഞ്ഞു, എന്നാൽ പിന്നെ ഇനി വിശ്വാസം ഉപേക്ഷിച്ചേക്കാന്ന് അവർ വിചാരിക്കാത്തതിന് കാരണം എന്താണ്? അവരതിനും അപ്പുറത്ത് കിടക്കുന്ന പ്രശ്നത്തെ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലെ? ഈ പള്ളി പോകുന്ന എല്ലാവരും വിശ്വാസികളൊന്നുമല്ല. പക്ഷെ അവരും നിൽക്കുന്നത് നാളെ മക്കളുടെ വിവാഹം, അതിനപ്പുറം വേറെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് എപ്പം നിർത്തിയാലും ഈ ചോദ്യം വാലിഡാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു ഇതുണ്ടെന്ന് തോന്നില്ല. ഒന്നൊരു വിശ്വാസിയായിട്ട് അങ്ങനെ ഈ റാഷണലിസം
ഒരു വിശ്വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം ഒരു തരത്തിലല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം 91 ക്രിസ്ത്യാനികൾക്ക് കെട്ടുകുമ്പസാരം അല്ലെങ്കിൽ ആണ്ടുകുമ്പസാരമൊക്കെ പറ്റില്ല. അപ്പൊ അന്ന് എൻ്റെ വികാരിയായിരുന്ന അച്ഛൻ എന്നെ ഭയങ്കര ആഭാസനാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടും എനിക്ക് അറിയാവുന്നുള്ള അങ്ങേർക്ക് അറിയാവുന്നത് കൊണ്ടും ഞാൻ കെട്ട് കുർബാന എനിക്ക് പോയില്ല, കുമ്പസാരത്തിന് പോയില്ല എന്നത് പുള്ളിക്കൊരു വിഷയമല്ല. ഞാൻ ഒരു ഡിമാൻഡ് കൂടി വെച്ചു, ഇങ്ങനെ എന്നെ എൻ്റെ ഭാര്യനെ കെട്ടിക്കണ്ട, അതിനുള്ള യോഗ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ബോധ്യമുള്ള ഒരു അച്ഛനെ കൊണ്ടത് ഞങ്ങളുടെ കല്യാണം അതൊന്നും നടന്നു. അപ്പൊ ഞാനത് പറയുന്നത്, ഈ വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലേബലിംഗ് അങ്ങ് കൊടുക്കുകയാണ്. ആ വിശ്വാസികളെല്ലാം ഈ പറയുന്ന പോലെ യുക്തിചിന്ത ഇല്ലാത്തവരാണെന്നോ അവരുടെ അതിൻ്റെ അകത്ത് തന്നെ പോരാടുന്നവരല്ല എന്നോ ധരിക്കരുത്. പക്ഷേ ന്യൂനപക്ഷം ആയിരിക്കാം, അതൊരു കാര്യം. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നാസ്തികത അല്ലെങ്കിൽ യുക്തിചിന്ത എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് ചർവാകൻ. നമ്മുടെ ഈ അയർലൻഡിലുള്ള ഏറ്റവും വലിയ ഒരു ചർവാകൻ യുക്തിചിന്തക്കാരനാണ് വിക്ടേഴ്സ് വേ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിക്ടേഴ്സ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു 80 വയസ്സുള്ള ഒരു മിസ്റ്റർ വിക്ടർ, ഒരു ജർമ്മനാണ്. ഇപ്പൊ ഇവിടെ ഒരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ട്, വലിയ ഗണപതി സ്കൾപ്ചേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിക്ടേഴ്സ് വേ എഴുതി വെച്ചു. അപ്പൊ ഇന്ത്യൻ അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു പൂജയും വിഗ്രഹമൊക്കെ വരാണെങ്കിൽ, ഒരു പൂജയിലേക്ക് വരാണെങ്കിൽ വലിയ ആൾക്കൂട്ട് നിൽക്കേണ്ടവര്? ഒരിക്കലുമില്ല, ഞാൻ അത് ചെയ്യില്ല. എനിക്ക് കുടുംബമില്ല, മക്കളില്ല. ഞാൻ അത് പറയാനല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആളുണ്ടെന്ന് പറയായിരുന്നു. അങ്ങനെ പറയുന്നത് എനിക്ക് ശേഷം ഈ സ്ഥാപനവും ഇതൊക്കെ എന്താകും, ഐ ഡോണ്ട് കെയർ. വേണമെങ്കിൽ നാട്ടിലുള്ള ബിർള ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പൊക്കെ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരിക്കാൻ കൊടുക്കും. പക്ഷെ അപ്പോഴും ഞാൻ ഒരു കണ്ടീഷൻ വെക്കും, ഇവിടെ ഒരു ഞാൻ പൂജ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കള് ഫാമിലിയായിട്ട് എല്ലായ്പ്പോഴും പറഞ്ഞിട്ട് അവരൊക്കെ വന്നുകൊണ്ട് അവിടെ നേർച്ചയിടും, ഇതൊരു കച്ചവടസ്ഥലമായിട്ട് മാറും. അതൊരു പോയിന്റ്. ഞാൻ ഇനി പറയുന്നത്, നമ്മുടെ ഈ യുക്തിചിന്ത അത് ഡെവലപ്പ്, ബുദ്ധിസം വരെ ദൈവം ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ബുദ്ധിസം വരെ. അപ്പോൾ പിന്നീട് നമ്മൾ അതിന്റെ ചർച്ചകൾ അത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വന്ന് ഒരു 19ാം നൂറ്റാണ്ടില് കമ്മ്യൂണിസം ഉണ്ടായി. ആ കമ്മ്യൂണിസത്തിൽ തന്നെ അവര് കൂടി ഏകം മനസ്സായിട്ട് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റിയില്ല. ഏറ്റവും വലിയ അധികാരം കിട്ടിയപ്പോൾ അവര് മെൻഷവിക്സും ബോൾഷവിക്സും പറഞ്ഞ രക്തച്ചുരിച്ചിലാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇനി അതുപോലെ തന്നെ ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ബൈബിളിൽ പറയുന്നത്, ദൈവം മനുഷ്യനെ അഗാധമായി സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യനെ തൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിച്ചു എന്നാ പറയാം. അത് തിരിച്ചൊന്ന് വായിച്ചേ. മനുഷ്യനാണ് ഭൂമിയിൽ ഡോമിനേറ്റ് ചെയ്തത്. അപ്പൊ അവൻ ദൈവത്തെ കണ്ടപ്പോ അവനെ പോലെ സർവശക്തനും എല്ലാത്തരം കഴിവുകളും എല്ലാത്തരം പരിഹാരങ്ങൾക്കും അവനിൽ വിശ്വസിക്കുന്നവരെ, അവനെ ചിന്താവ് വിളിക്കുന്നവരെയൊക്കെ പരിരക്ഷിക്കുന്ന ഒരു മഹാനായ മനുഷ്യന്റെ രൂപമാക്കി. ഇനി ഇവിടെ സിംഹങ്ങളാണ് ലോകം ഭരിച്ചെങ്കിൽ, അവര് ലോകത്തിലെ ഭൂരിഭാഗമെങ്കിൽ അവരൊരു ദൈവത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ സിംഹമായിരിക്കും, സിംഹത്തിന്റെ ആയിരിക്കും ആ ദൈവത്തിന്റെ രൂപം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, ഇത് അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതിൽ തന്നെ അതിന്റെ കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെയുള്ളത് അടുത്തൊരു കാര്യം, നമ്മൾ കായൻ ആബേലിനെ കുറിച്ച് പറയുന്നത്, ആദ്യ മനുഷ്യ ജന്മങ്ങൾ, അവരിൽ ഒരു സഹോദരനെ ഒരുത്തൻ കൊല്ലുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ പ്രശ്നം. കാമക്രോധ മോഹങ്ങൾ എന്നൊക്കെ നമ്മൾ വളരെ ഇത് പറയുമ്പോൾ ഇതിനെ ചൊല്ലിയാണ് മനുഷ്യന്റെ എല്ലാ കലാപങ്ങളും അസ്ഥിരതകളും ഒക്കെ. എന്റെ ചോദ്യം, ഈ പ്രശ്നങ്ങൾ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാൽ മാത്രം, കായന് ദൈവം ഉണ്ടായിരുന്നില്ല, ആബേലിന് ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിക്കടി പോകുമ്പോൾ ഈ നാസ്തികത കൊണ്ട് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ? അതാണ് എന്ന് ചോദിക്കുന്നത്. ആദ്യം പറഞ്ഞ കായന് ദൈവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കായനും ദൈവം ഉണ്ടായിരുന്നു. ധിക്കരിച്ചല്ലോ. ഇല്ല, കായൻ എന്താ ചെയ്ത? കായൻ പച്ചക്കറി കൊണ്ടു കൊടുത്തു, ദൈവത്തിന് പച്ചക്കറി ഇഷ്ടമല്ലായിരുന്നു. മറ്റേ പുള്ളി ആടിനെ കൊണ്ടു കൊടുത്തു, ആട്ടിറച്ചി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കൃഷിക്കാരൻ. സോറി, ആബേൽ. ഓക്കെ. ഇനി ചോദ്യം വന്നാല്, ഇപ്പം ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, അതായത് ദൈവവിശ്വാസം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീരുമോ? അതല്ല ചോദ്യം. നമ്മള് പുകയില ക്യാൻസർ വരുത്തുന്നതാണെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്.
പുകയില ഉപയോഗിക്കാതിരുന്നാല് പുകയില മൂലമുള്ള ക്യാൻസറിനെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അപ്പൊ ചോദിക്കുകയാണ്, പുകയില ലോകത്തിൽ നിന്ന് ഈ പുകയില മൊത്തം നീക്കം ചെയ്താൽ ഇനി ഇവിടെ ക്യാൻസർ വരില്ലേ എന്ന് ചോദിച്ചാൽ വരും. പുകയില മൂലം ഉണ്ടാകുന്ന ക്യാൻസർ വരില്ല. അതാണ്, അതായത് മതം ഉപേക്ഷിച്ചാൽ മതം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മതം. അത്തരത്തിലുള്ള മതജന്യമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും. നാളെ ഇപ്പം ആളുകൾ നാളെ മുതൽ മോഷ്ടിക്കുകയെന്നോ പിടിച്ചുപറിക്കുകയെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ മനുഷ്യന്റെ ഗ്രീഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മതവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ മതം ഇല്ലാതായി കഴിഞ്ഞാല് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഒരു പിതാവിന് അയാളുടെ മകൾക്ക് വിഷം കൊടുത്ത് കൊല്ലേണ്ടതായിട്ട് വരില്ല. മതം ഇല്ലാതായി കഴിഞ്ഞാല് മതത്തിന്റെ പേരിൽ നടക്കുന്ന കലാപം നടക്കില്ല. പാകിസ്ഥാനില് എത്രയോ പേരെ പ്രോസിക്യൂഷന് വിധേയമാക്കുന്നു. മതമില്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നമില്ല. ഇറാനിൽ മുടി കാണിച്ചു എന്ന് പറഞ്ഞ പേരിൽ ഒരു പെൺകുട്ടിയെ പോലീസ് തല്ലിക്കൊല്ലേണ്ടതായിട്ടും വരില്ല. അപ്പം മതം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഷോമി, ഈ റഷ്യയിലും ചൈനയിലും ഏറെ കാലം മതമില്ലായിരുന്നു. സ്റ്റാലിനെ പേടിച്ച് സ്റ്റാലിന്റെ മകള് വരെ ഈ ദൈവം എന്നതിന്റെ ഒരു ഗുണപരമായ ഒരു സർവശക്തൻ ഭൂമിയിലെ അധികാരിക്ക് ആരെ പേടിക്കണം? ഒരു ആർഗ്യുമെന്റ്, ഭൂമിയിലെ അധികാരി സ്റ്റാലിൻ ആരെ പേടിക്കാനുണ്ട്? ആരെയും പേടിക്കാനില്ല. സ്വന്തം മകള് വരെ രക്ഷപ്പെട്ടോടി. ഞാൻ പറയുന്നത് വേറൊരു തലമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോ ഈ ദൈവം ഇല്ലാതായാൽ വലിയൊരു പ്രശ്നം. അധികാരിയെ ഹൂ വിൽ കൺട്രോൾ ദ ബോസ്? അത് നേരെ മറിച്ച് ആ അധികാരിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലോ അപ്പൊ ഒരു 50-50 ചാൻസ് ഉണ്ട്. ഇല്ല. ലോകത്തിലുണ്ടായിരിക്കുന്ന പല കലാപങ്ങളുടെയും ആസൂത്രകന്മാരും ഭരണാധികന്മാരും ഒക്കെ വിശ്വാസികളൊക്കെ തന്നെയായിരുന്നു. ഇവിടെ സ്റ്റാലിനെയോ മാവോയെയോ ചൗഷസ്കിയോ പിന്നെ പോൾപോട്ടിനെയോ പോലെയുള്ള 3-4 പേരെ എടുത്തു വെച്ചിട്ട് കണ്ടോ അവര് ദൈവവിശ്വാസികളല്ലായിരുന്നു, അവരുടെ നാട്ടിൽ ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അത് നമ്മളൊരു ചെറി പിക്കിംഗ് ആണ്. നമുക്ക് ആവശ്യമുള്ള വസ്തുതകൾ മാത്രം എടുക്കുകയാണ്. ഇനി അവര് ഇത് ചെയ്തത് ദൈവവിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? സ്റ്റാലിൻ ഈ പണി ചെയ്ത് മുഴുവനും ഇവിടെ ദൈവവിശ്വാസികളെ ഇല്ലാതാക്കാനോ ദൈവവിശ്വാസികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. അയാളുടെ രാഷ്ട്രീയത്തിന് ദൈവവിശ്വാസം കൊണ്ടുവരെന്ന് പറഞ്ഞാല് ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയുണ്ട്. അത്തരമുള്ള സാധ്യത അടയ്ക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ് അദ്ദേഹം ദൈവവിശ്വാസം അവിടെ പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവരാരും വിശ്വാസികളല്ലാത്തതുകൊണ്ടല്ല. ഇപ്പൊ ഹിറ്റ്ലറെ കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ്, ഹിറ്റ്ലർ ദൈവവിശ്വാസിയായിരുന്നു. ഹിറ്റ്ലർ ഒന്നാന്തരം വിശ്വാസിയായിരുന്നു. പക്ഷെ ഹിറ്റ്ലറുടെ കയ്യിലേക്ക് അധികാരം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ തോന്നി ചർച്ച് പുറകിലുണ്ടെങ്കിൽ എന്നെ അട്ടിമറിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ട് അയാൾ ചർച്ചിനെതിരായിട്ടിരുന്നു. കാരണം ചർച്ചിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് തന്നെ ഇതുണ്ടല്ലോ, അയാളുടെ ജീവിത ചരിത്രം എഴുതിയിരിക്കുന്ന ആ ബുക്കിന്റെ അകത്ത് അയാൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ. അത് അധികാരത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്ത കാര്യത്തിനെ അത് നാസ്തികതയുമായിട്ട് കൊണ്ടായിട്ട് തല കൊണ്ടുവെക്കുന്നത് യാതൊരു അർത്ഥമില്ല. ജോർജേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഈ വിശ്വാസികളെല്ലാം യുക്തി ഇല്ലാത്തവരാണ് എന്നൊരു ആർഗ്യുമെന്റ് നമുക്കേ ഇല്ല. പിന്നെ ഈ 100% എന്ന് പറയുന്ന ഒരു പരിപാടിയും ഇല്ല. നമുക്ക് ഈ 100% മുക്തി, 100% എല്ലാം പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു നമുക്ക് ഈ 75-80 തന്നെ ധാരാളമാണ്. പിന്നെ ഈ വിശ്വാസികൾ യുക്തി ഇല്ലാത്തവരല്ല, അവർ ഏറ്റവും കൂടുതൽ യുക്തി ഉപയോഗിക്കുന്നവര് തന്നെയാണ്. പക്ഷെ ചില മേഖലകളിൽ വരുമ്പോൾ മാത്രം അവർ ഈ കൈ ഇങ്ങ് വലിക്കുന്നേ ഉള്ളൂ. അതിപ്പം ഹോമിയോയിലായാലും ആയുർവേദത്തിലായാലും പിന്നെ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തെ കുറിച്ചൊക്കെ ഘോരം പ്രസവിക്കും. പക്ഷെ ഈ അതിൽ അവര് ഇത്ര സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങൾ കാണുക. ഇപ്പം കൂടോത്രം അല്ലെങ്കിൽ നരബലി, ഇതിനെ കുറിച്ച് വലിച്ച് എസ്സേസ് ഒക്കെ അവർ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കും. പക്ഷെ ദൈവം എന്നൊരു സാധനം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യോതിഷം എന്നൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് വലിയാണ്. അവിടെ അവർക്ക് യുക്തിയുമില്ല, ഒന്നുമില്ല. യുക്തി ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം അവരതിനെ ആ ഭാഗത്ത് മാത്രം അവരതിനെ പ്രൊമോട്ട് പോലും ചെയ്യുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ യുക്തി ഉപയോഗിക്കുന്നവർ അവര് തന്നെയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ അവർ യുക്തി ഇല്ലാത്തവരാണെന്ന് ഒരു ആർഗ്യുമെന്റേ നമുക്കില്ല. അതിനോട് ഒരു 2 വാക്ക് പറയട്ടെ. ഈ മതം ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലവനായി എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ മാത്രമല്ല മനുഷ്യൻ നല്ലവനാകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മതം ഉപേക്ഷിച്ചുള്ള ഗുണം? ഒരനാവശ്യ പാഠം തള്ളിന്ന് ഒഴിവായെന്ന് മാത്രം. കുറെ പണലാഭം, പൈസ ലാഭം, അറ്റ്ലീസ്റ്റ് സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ച് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് പോയിന്റെങ്കിലും അവര് കിട്ടും, മറ്റവർക്ക് അതില്ല.
അപ്പൊ നല്ലവനാവുന്നത് ചീത്തയാവുന്നത് വേറെ കാര്യം, അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ് മതോപേക്ഷ കിട്ടുന്നത്. അപ്പോൾ ജോർട്ടൻ പറഞ്ഞു വിശ്വാസികൾക്ക് പറയുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിശ്വാസികൾ അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഇവരെല്ലാവരെയും ഒറ്റ കയറിൽ കെട്ടുന്നതിനുള്ള കാരണം ആത്യന്തികമായിട്ട് ഇവരെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ എന്ന ഒറ്റ പ്രയോഗം നടത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ പലതരം വിശ്വാസികളുണ്ട്. ഓക്കെ, റാഷണലായിട്ട് ചില കാര്യങ്ങൾ മത ആചാരങ്ങളെ കാണുന്നവരുണ്ട്, ചില ചടങ്ങുകളെ വിമർശിക്കുന്നവരുണ്ട്. ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് അവരെല്ലാവരും ദൈവം എന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടെ ഒറ്റ കയറിൽ കെട്ടിയേ പറ്റൂ. ഇതിന് പലപ്പോഴും നമുക്ക് ഒരു തിരിച്ചുവരവ്, അതായത് ഈ മതം വിട്ട് വരാനായിട്ടുള്ള ഒരു വലിയ ഘടകം തടസ്സമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും സൊസൈറ്റി. നമുക്ക് പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വിശ്വാസിയായിരുന്നു പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ ഒരു അച്ഛനായിരുന്നു. 5 വർഷം ഞാൻ 5 വർഷം ഞാൻ പ്രീസ്റ്റായിട്ട് സെർവ് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ നീതിപൂർവ്വമല്ല, ഞാൻ ഇവിടെ പുൽപ്പറ്റി കയറി വളരെ വാചാലമായിട്ട് കരുണ പ്രസംഗിക്കേണ്ടി വരുന്നു. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നീതിപൂർവ്വം അല്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് എനിക്കൊരു ആത്മസംഘർഷം തരുന്നത്. അപ്പൊ അവിടുന്ന് ഞാൻ കലഹിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോ അവിടുന്ന് ഞാൻ കലഹിക്കുമ്പോ തുടർന്ന് എന്നെ കുറച്ച് കുറെ പണിഷ്മെന്റുകൾ, ഒരു ഹോം അറസ്റ്റ് പോലത്തെ, ഹൗസ് അറസ്റ്റ് പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് അധികം മറ്റുള്ളവരുമായിട്ട് വർത്താനം പറയരുതെന്നൊരു സാഹചര്യം എടുത്തു. ഏത് താമരശ്ശേരി രൂപത ഒരു കോടതി വെച്ച് വിലക്കി, അതുപോലെ കോടതിയിൽ വെച്ചല്ല, മീൻസ് ഞാനൊരു സഭയിലായിരുന്നു അദ്ദേഹം. അപ്പൊ അതിന്റെ ഭരണാധികാരികൾ അപ്പം നമുക്ക് വേണ്ടി അങ്ങനെ നമ്മളെ ഇടുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് വിട്ട് ഇറങ്ങി കഴിയുമ്പോ പിന്നെ വരുന്നത് സമൂഹത്തിൽ നിന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. കാരണം എന്റെ സഹോദരങ്ങൾ എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു ഇത്. എനിക്ക് 4 അനിയന്മാരുണ്ട്. അപ്പൊ അവര് പൂർണ്ണമായിട്ട് എന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് അത് വിട്ടിറങ്ങാനായിട്ട് പറ്റി. പക്ഷെ പലപ്പോഴും എനിക്കറിയാം എന്റെ കൂടെയുള്ള എന്റെ കൂടെ പഠിച്ചു വളർന്ന ഒത്തിരി പേര് ഇങ്ങനെ അവർക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നെങ്കിൽ അപ്പന്റെ അമ്മയുടെ ആത്മഹത്യാ ഭീഷണി, പിന്നെ അതല്ലേല് ഈ സഹോദരങ്ങള് അല്ലെങ്കിൽ വീട്ടുകാര്, പിന്നെ ഒരിക്കലും ആ പ്രദേശത്തേക്ക് ചെല്ലാനായിട്ട് വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഇതൊക്കെയാണ് പലപ്പോഴും അത് സമൂഹം നൽകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ പോലും ഞാൻ തീർച്ചയായും വളരെ ഒരു വലിയ മാനസിക സംഘർഷത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ വൈഫ് അത്രയും നല്ല വിശ്വാസത്തിൽ അത്ര അഴിവർത്ത് നിൽക്കുന്ന ഒരാള്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ വന്ന് പുറത്തു വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് പലപ്പോഴും ഇതിനൊരു ഇത് പുറത്തു പറയാനായിട്ടും അല്ലെങ്കിൽ പുറത്തിറങ്ങാനായിട്ടും വരുന്ന ഒരു വലിയ തടസ്സം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറ്റും എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായി 5 വർഷം അദ്ദേഹം അച്ഛനായി സേവനം ചെയ്തിട്ട് സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ച് ആദ്യം വിട്ട് തെറ്റാണെന്ന് തോന്നി തിരിച്ച് ഫ്രീ ആയിട്ട് ജീവിതം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ജിയോക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആ ധീരതയ്ക്കും നിലപാടിനും അങ്ങേയറ്റം അനുമോദനങ്ങൾ. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം മതം വിട്ടൊന്നും ഇറങ്ങിയതല്ല. ശരിക്കും ഞാൻ തീർച്ചയായും ഇതിന്റെ അകത്ത് ഞാൻ തുടരുന്നില്ല. എനിക്ക് എന്റെ ഫ്രീഡത്തിൽ എന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അകത്ത് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴും എനിക്ക് ദൈവത്തെ പറ്റി ഇവരൊക്കെ പറഞ്ഞ പോലെ ദൈവത്തെ പറ്റിയുള്ള മുകളിൽ ഒരു ദൈവമുണ്ട്, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു.
അതും പതുക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ, കാരണം മതത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ യുക്തി എല്ലാം അതിലേക്ക് കൊണ്ടുവരികയുള്ളൂ. നമുക്ക് അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ അങ്ങനെയുള്ള ആചാരങ്ങൾ ഒക്കെ പിന്തുടർന്നത്. പിന്നെ പതുക്കെ ഞാൻ ഇതിൽ നിന്ന് തീർച്ചയായും ഇതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങി. മാറി നിന്ന് ചിന്തിച്ചു തുടങ്ങിയാണ് ഞാൻ ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ എത്തിയത്. തീർച്ചയായും നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റില്ല, കാരണം തീർച്ചയായും അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. പിന്നെ ഞാൻ കല്യാണം കഴിക്കുകയും കല്യാണം ആലോചന വരുമ്പോഴും ഞാൻ ഒരു വിശ്വാസിയായിട്ട് തന്നെയാണ് ഞാൻ നിന്ന് കല്യാണം കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ വൈഫിനോടാണെങ്കിലും കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പോയേ പറ്റൂ എന്ന് ഉറപ്പിച്ചു പറയാൻ. കാരണം എന്നോട് പറയുന്നത്, കാരണം ഞാൻ ഒരു വിശ്വാസിയാണെന്ന് കണ്ടാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിനെ തൂത്തെറിയാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഈ ഒരു നമ്മുടെ യുക്തിയെ അത്രയും വളർത്തിക്കൊണ്ട് അതിന് പേര് ഞാൻ വിട്ടുപോയി, പറഞ്ഞ പോലെ അതിനെ അത്രമാത്രം യുക്തിയെ അത്രമാത്രം വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം നൽകിയാൽ സ്വയം അതിന് മുതിർന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞെടുത്തത്. അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാം എന്ന് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ജീവിതത്തെ ഞാൻ എന്റെ ഒരു രീതിയിൽ മറുപടി പറയാം, പ്രിൻസും ടോമിയും പറയും. ഇപ്പൊ എങ്ങനെ സമൂഹത്തെ നേരിടണം, അതുകൊണ്ടൊരു പേടിയാണ്, അതാണ് എന്റെ ചോദ്യത്തിലെ കാതല്. അപ്പൊ എന്ത് ചെയ്യും ആത്മസംഘർഷം, അല്ലെ? അപ്പൊ ഞാനിത് തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മളിങ്ങനെ ആത്മസംഘർഷം കൂടി ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് സമൂഹം ഒരു പുല്ലാണ്, ബന്ധുക്കളും പുല്ലാണ്, നമ്മുടെ ഉള്ളിലുള്ള ബോധ്യത്തിന് കൂടുതൽ വില വരുന്ന ഒരു ഘട്ടം വരും. അപ്പോൾ നമ്മൾ മറ്റതൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തോന്നും. ആ ഘട്ടം വരെ വളരണം. അത് വളരാത്തപ്പോഴാണ് നമുക്ക് ആത്മസംഘർഷം എന്ന് ഉള്ള ഒരു എപ്പോഴും വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇങ്ങനെ ആത്മസംഘർഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒന്നുമില്ല. ആരെന്നെ പറ്റി ചിന്തിച്ചാൽ എനിക്ക് പുല്ലാണ്. ഞാൻ സ്ട്രേറ്റ് എനിക്ക് മറുപടിയിലുണ്ട്. മറുപടി ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയമില്ല, എനിക്ക് ബോധ്യങ്ങൾ. അല്ലെങ്കിൽ അവർ എന്റെ ബോധ്യം മാറ്റട്ടെ, അപ്പൊ ഞാൻ അവരെ ഫോളോ ചെയ്യാം, അതിന് ഞാൻ റെഡിയാണ്. ഫ്രീ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് സമൂഹം, എന്റെ ബന്ധു, അവരെന്ത് വിചാരിക്കും എന്നോർത്ത് നമ്മുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളെ അടിച്ചമർത്തി സ്വയം ആത്മവഞ്ചന നടത്തി വിഡ്ഢിത്തങ്ങളാണെന്ന് അറിഞ്ഞിട്ടും മറ്റെന്തൊക്കെ ഫോളോ ചെയ്ത് ജീവിതത്തിന് പാഴാക്കണം. 10, 40, 45 വയസ്സ് നമ്മളിത് പാഴാക്കി. ഇനിയുള്ള കുറച്ചു കാലം കൂടി അന്തസ്സായിട്ട് ജീവിച്ച് മരിക്കാൻ പാടില്ലേ? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഞാൻ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് മരിച്ചല്ലോ എന്ന ഒരു ആത്മസന്തോഷം കിട്ടില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതിനകത്തൊരു വേറെ ഫാക്ടർ ഉണ്ട്. ഇപ്പൊ പാരന്റ്സ് ആത്മഹത്യ ചെയ്യും, ഭീഷണിപ്പെടുത്തിയാലൊക്കെ അത് വേറൊരു തരത്തിലുള്ള കേട്ടോ. അത്രയൊക്കെ പോയാൽ നമുക്ക് അടങ്ങി ഒതുക്കി ജീവിക്കാൻ ചിലപ്പോൾ തോന്നും, എന്തിന് കൊലയ്ക്ക് കൊടുക്കണം. അത് എക്സ്ട്രീം ലെവലാണ്. ഞാൻ അത്തരം ഇതിനകത്തേക്ക് പോകുന്നില്ല. തീർച്ചയായും അത് അല്ല ഞാൻ പറയുന്നത്, അച്ഛനായിട്ട് ഞാൻ ഇറങ്ങുമ്പോ അല്ല, മറിച്ച് സെമിനാരിൽ പോയിട്ട് ഒരു ആള് തിരിച്ചു വരുമ്പോ പോലും ഇത്രയും അത് ആത്മസംഘർഷം. ഇപ്പൊ ടോമി പറഞ്ഞ ഒരു ആലുവയിൽ ഒരു കൊലപാതകം നടന്നു, ഇതിലും നിങ്ങൾ പറഞ്ഞ ഇതിനൊക്കെ സെയിം ഫാക്ടറാണ്. ബേസിക് സമൂഹം. ഇവര് നിങ്ങളുടെ മകൻ, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പാരന്റ്സ്, പക്ഷേ അവര് സമൂഹത്തെ അതിലധികം ഭയപ്പെടുന്നു. അപ്പോൾ നിങ്ങളെക്കാൾ ഉപരി സമൂഹത്തിന് തട്ട് താഴെയാണ് അവരുടെ മുന്നിൽ. ആ ആത്മനിന്ദ മൂലമാണ് അവർ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഈ ആലുവയിൽ ഈ പറഞ്ഞ സംഭവം നടന്നത്. നമ്മുടെ കുടുംബാംഗങ്ങളോട് സ്നേഹമില്ലാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? സമൂഹത്തിലുള്ളവരോടാണോ സ്വന്തം വീട്ടുകാരോടായിരിക്കും ആരും സ്നേഹം. പക്ഷെ ഈ പറഞ്ഞ നിത്യ വ്യർത്ഥ അഭിമാനം, അതിനെ ഓർഗൻ ചെയ്യാൻ കുടുംബക്കാരനും പറ്റിയാൽ നമ്മുടെ കാര്യം വിജയിച്ചു. പഴയ അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇത് പറഞ്ഞ പോലെ ഈ റിലീജിയസ് പ്രഷർ, അത് അവരുടെ ഒരു മെയിൻ ടൂള് തന്നെയാണ്. മെയിൻ എന്നല്ല, ഒരു 90% അവരിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് റിലീജിയസ് പ്രഷർ തന്നെയാണ്. നമ്മളെ എല്ലാ ഭാഗത്തും നിന്ന് അവർ ഞെരുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ കരയരുത്, നിങ്ങൾ കരഞ്ഞാൽ നിങ്ങൾ തോറ്റി, നിങ്ങൾ യുക്തിവാദിയുമല്ല, ഒന്നുമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ പീഡനങ്ങളും തന്നുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾ ഒന്നും
പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പം നഷ്ടങ്ങളുടെ കാര്യവും ഈ ബാക്കിയുള്ളവർ അകറ്റി നിർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് വളരെ മോശം അനുഭവം വേണേ ഉണ്ടാവും റിലീജിയസ് ആയിട്ട്. ഇപ്പം എന്റെ കൂടെ ഒരു 7-8 വർഷം എന്റെ വീട്ടിൽ നിന്ന് അതേപോലെ എന്റെ അച്ഛനും അമ്മയും അമ്മയെന്നും വിളിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരില് അവൻ ഇന്നലെ വരെ അച്ഛൻ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ തന്തയ്ക്കും തലവഴിക്കും പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. ഒരു ശബരിമലയിൽ വന്ന ഒരാൾക്ക് സംസാരശേഷി ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതിനുശേഷം അത് തെളിഞ്ഞ് അയാൾക്ക് ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ വാർത്ത വന്നത് സംസാരശേഷി ശബരിമലയിൽ വന്ന് ശരണം വിളിച്ചപ്പോൾ അയാൾക്ക് അത് കിട്ടി എന്ന രീതിയിലാണ് വന്നിരുന്നത്. അപ്പൊ ഞാൻ എന്റെ താഴെ ചെന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് ഇത്രയും സംസാരശേഷി ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് അവരെല്ലാരെയും അയ്യപ്പ ഭക്തന്മാരായിട്ട് വിട്ടാൽ മതിയില്ല. അപ്പൊ ഒറ്റ ബ്ലോക്ക് ചെയ്യുക, അപ്പുറത്ത് വന്നിട്ട് പച്ചത്തെറി വിളിക്കുക. എന്താ പറഞ്ഞ ഒരേ പായി കിടന്ന് നമ്മൾ പണ്ടത്തെ ഇത് പറയുന്നത് ഒരേ പായി കിടന്ന് ഒരേ പ്ലേറ്റിൽ കഴിച്ച് ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ അതുപോലാണ് ഇവർക്ക് അവരുടെ എന്തോ നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയാന്ന് പറയാൻ അവരുടെ അച്ഛനെ നമ്മൾ തെറി വിളിക്കുന്ന ഒരു തുല്യമായിട്ടാണ് അവർ കാണുന്നത്. അച്ഛനും അമ്മയും ഓക്കെ, നമുക്ക് ജന്മം തന്നവരെ അവരോട് നമുക്ക് കടപ്പാട് സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നേ വരെ അവര് കണ്ടിട്ടോ കേട്ടോ ഒന്നുമില്ലാത്ത പുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയ അറിവിൽ നിന്ന് കിട്ടിയ ഒരാളെ കുറിച്ച് നമ്മൾ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്രയും വർഷത്തെ സ്നേഹബന്ധം ഇല്ലാതാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഞാൻ എന്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് മാന്യമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം ചെയ്യാം. അവരത് കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തുടർന്നുകൊണ്ട് പോവാം. പക്ഷെ ഈ ഡിബേറ്റ് ടോപ്പർ എന്ന് പറയുന്നത് അവരോട് ചോദിക്കുക, ഇപ്പം ഒരു മുസ്ലിം വിശ്വാസിയോട് ചോദിക്കുക, ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ശരിയാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട് എന്ന് അവൻ പറയുകയാണെങ്കിൽ പിന്നെ അവനോട് സംസാരിക്കാൻ പോകരുത്. കാരണം അത് അവിടെ തീർന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവന്റെ ഉള്ള ജ്ഞാനം വെച്ച് അവനതിനെ ഈ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പോകാതിരിക്കുക. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവൻ നമ്മൾ പറയുന്ന കുറച്ചൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട് എന്ന ബോധ്യമുള്ള ആൾക്കാരുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അവര് മാറും, ഉറപ്പായിട്ടും മാറും. മുഴുവനായിട്ട് മാറിയില്ലെങ്കിലും പല ഭാഗങ്ങളിലെങ്കിലും അവർക്ക് അതിന്റെ നല്ലതായ ഒരു യുക്തിചിന്ത ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജിയോ പറഞ്ഞ പോലെ അത്ര വലിയ ഭീകരാന്തരീക്ഷം കേരളത്തിലുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാസം മുമ്പ് കേരളത്തിൽ ഒരു പരിപാടി നടന്നു, ലിറ്റ്മസ്. 10,000-ലധികം ആളുകൾ അവിടെ പങ്കെടുത്തു. ഇവരൊക്കെയും ഇതുപോലെയുള്ള മതപരമായിട്ടുള്ള വീടുകളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വന്നവരാണ്. അവർക്കൊക്കെ അത് ഉപേക്ഷിക്കാമെങ്കിൽ അത്ര വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അത് അവര് പറയുന്നത് കേൾക്കും, അവരുടെ ഇതിന് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുകൊണ്ടോ എന്തോ, അതാണ് ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത്. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ കുറെ പേര് പിണങ്ങിപ്പോയി എന്ന് പറയുന്നത്. ഈ പിണങ്ങിപ്പോയവര് ഇതിന്റെ പേരിലാണ് പിണങ്ങിപ്പോയതെന്ന് പറഞ്ഞാൽ അവർ അത്രയും നേട്ടം പോയത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നില്ല. അവർ മറ്റെന്തൊക്കെയോ അവരുടെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുക്കളാക്കി വെച്ചു. അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, അവർ ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പോയി. ഇനി നിങ്ങൾ വേറെ അടുത്ത ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുമായിരുന്നെങ്കിൽ അന്നേരം ഈ സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ ചിലപ്പം തിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം എന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഇതുപോലെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇതൊക്കെയുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, മതങ്ങളുടെ പരിണാമം ദൈവത്തിന്റെ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പിറ്റേ ദിവസം എന്റെ അമ്മ അത് കണ്ടിട്ട് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ഫോൺ വിളിച്ചപ്പം അത് കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം അമ്മയുടെ സ്വഭാവം മാറി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നീ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞതിനകത്ത് എന്നാ തെറ്റ്? അതൊന്നും എനിക്കറിയത്തില്ല. പള്ളി പോയപ്പം ആളുകൾ എന്നോട് ചോദിച്ചു, പലരും അവനെന്താണ് ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവരോട് ഒന്നെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ പറ, എന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേര്, ഇവരോടൊന്ന് നേരിട്ട് വിളിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ സംസാരിക്കാൻ പറഞ്ഞു. അതവിടെ തീർന്നു. പിന്നെ നാട്ടിൽ ചെന്നപ്പം ഇതുപോലെ തന്നെ പലരും ചോദിച്ചവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞു. അവര് ഒരു 15 മിനിറ്റ് ഒക്കെ പഠിച്ചിരിക്കുക. അന്നേരത്തേക്കും അവർ പതുക്കെ എങ്ങനെയെങ്കിലും അതിൻ്റെ അതൊന്നും ഒഴിവായി പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് അവര് ഇട്ടിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് പോയിന്റ് ആണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ അതിന്റെ പേര് നമ്മൾ ഇങ്ങോട്ടൊന്നും പറയാനായിട്ട് വരില്ല. ഇപ്രാവശ്യം നാട്ടുകാരെല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നും പറഞ്ഞായിരുന്നു നിന്നിരുന്നത്. കാരണം ലിറ്റ്മസിന്റെ പോസ്റ്റർ നാട്ടിലൊക്കെ ഒട്ടിച്ചിരുന്നു. ബസ്സില് വീടിന്റെ അടുത്തുള്ള മതിലിലെ ചുവരുകളിലൊക്കെ ഒട്ടിച്ചിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അതൊരു വിഷയമൊന്നുമില്ല. അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ആൾക്കാരുടെ ഒരു സ്വഭാവം ഇതുണ്ട്.
ഒരാൾ പറയുമ്പോൾ അതിന്റെ കൂടി ചേർന്ന് പറയും. പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്കാകുമ്പോൾ അവർക്ക് വെറും പാവങ്ങളാണ്. ഒരു മിനിറ്റ് സംശയം അവസാനം ഈ ടോമി പ്രഭാഷണം നടത്തിയ വർഷം തന്നെയാണ് ഞാനും, അത് ഇവിടെയായിരുന്നു നമ്മൾ നടത്തിയത്. ഞാനും ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിൽ അവിടെ വികാരി അച്ഛൻ എന്റെ വീട്ടിൽ വന്നു. അച്ഛനും അമ്മയോടും പറഞ്ഞു, മോൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടില്ലോ, എന്തൊക്കെയോ. ഇത് ഞാൻ അയർലൻഡിൽ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയത് എന്റെ നാട്ടിൽ വികാരി അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ പാരന്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം ആലോചിച്ചോളൂ നിങ്ങൾ, അവർക്ക് കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. ഞാനപ്പോ അവരോട് പറഞ്ഞു എന്റെ ഫോൺ നമ്പർ എടുക്കുക, അച്ഛന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറയും. അങ്ങനെ കഴിഞ്ഞു. കുറച്ച് വർഷം മുമ്പ് പറഞ്ഞത്. ഈ 2 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോൾ വേറൊരു വികാരിച്ചനാണ്. അച്ഛനൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയി. ഇവിടെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടും അച്ഛൻ. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്യണേക്കാളും മുമ്പ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇന്ന ആളാണ്. അച്ഛൻ അറിയില്ലായിരുന്നു, നാട്ടിൽ ചെന്ന് കമ്പനി വിളിപ്പോൾ അച്ഛൻ അറിയില്ലായിരുന്നു. അച്ഛൻ ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനത്തെ പോസ്റ്റിലേക്ക് കാണാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് നിരീശ്വരവാദികളായ ഫ്രണ്ട്സും ഉണ്ട്, ദാറ്റ് ഈസ് പേഴ്സണൽ ചോയ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 2 തരം അച്ഛന്മാരെ പറ്റിയാണ്. ഓക്കെ, 2 തരം മനുഷ്യർ സമൂഹത്തിലുണ്ട്. എല്ലാവരും നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരും നിങ്ങളെ പുച്ഛിക്കുന്നവരല്ല. കൂടുതൽ ഉൾക്കാഴ്ചയുള്ളവര് നിങ്ങളെ കൂടി സ്വീകരിക്കാൻ തയ്യാറാവുന്നവരുണ്ട്. ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ വിചാരിച്ചാൽ അത്ര ഒരാളായി തരികയാണ്. നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. ഞാൻ തിരിച്ചുവാദികൾ അറിഞ്ഞിട്ടും അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നു. മറ്റേ ആള് എന്റെ പാരന്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വീട്ടിൽ വന്നു. സീ ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ സമൂഹം ഇങ്ങനെ പതുക്കെ മാറും. പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബോധ്യങ്ങൾ വളർത്തിയാൽ മതി. That's it. Yes, Joseph. അതില്ലേ ഈ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇസ്ലാം മത വിശ്വാസികളിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അതിലൊരു 3-4 പേര് ഇപ്പൊ ഞാൻ ഇസ്ലാമിനെ അതുപോലെ ഫേസ്ബുക്കിൽ വിമർശിക്കുന്ന ഒരാളാണ്. എന്നാൽ ആ 4 പേര് വളരെ മാന്യമായിട്ടാണ് നമ്മളോട് സഹകരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഒരു 6-7 പേരുണ്ട്, അവര് നമ്മളെ തട്ടിയിട്ടിട്ട് റോഡിൽ കൂടെ നേരിട്ട് കിടന്ന് 6-7 കൊല്ലം ഒരുമിച്ച് പഠിച്ചതെന്ന് പോലും നോക്കത്തില്ല. അവരുടെ മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളോട് സഹകരണം ഇല്ലാതാക്കിയവരുമുണ്ട്. അപ്പൊ വളരെ നല്ല മാന്യമായിട്ട് സഹകരിക്കുന്നവരുണ്ട്. അവരോട് നമ്മൾ ഇപ്പോഴും സഹകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഇപ്പുറത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. മിതമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാനുള്ള എല്ലാ യുക്തിയും ഉപയോഗിച്ച് നടക്കുന്നവരുമുണ്ട്. അപ്പം സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടാൽ മതി ആൾക്കാർ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. എനിക്ക് അവിടെ ഉണ്ടായ അനുഭവം, ഇവിടെ ഉണ്ടായ അനുഭവം. അപ്പോൾ ഒരു കൂട്ടർ പറയും ദൈവമില്ല, വേറൊരു കൂട്ടർ അയ്യോ അതിനൊന്നും പറഞ്ഞാൽ അവിടെ ദൈവമുണ്ട്. ഇനി ഇങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങിയാൽ എവിടെയെങ്കിലും എത്തുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് സയൻസ് പറയുന്നത് ദൈവത്തിന് തെളിവില്ലാതുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് എന്ത് തെളിവ് കൊണ്ടുവരുന്നു അന്ന് സയൻസ് അംഗീകരിക്കും. ദൈവത്തെ വിട്, ഞാൻ പറഞ്ഞത് ദൈവം ഇല്ല, സമ്മതിച്ചു. ഇവിടെ ദൈവമുണ്ട്, എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞത് ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണ്. ദൈവം ഇല്ല എന്ന് പറയുന്നത് ദൈവമില്ല നിങ്ങളെ ചെയ്യരുത്. ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് അങ്ങനെയല്ല, അതവര്. ഇതിൽ നിന്ന് ഈ പ്രീ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു. ഞാൻ ഇപ്പൊ ദൈവമില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു ഞാൻ ദൈവമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തുടങ്ങുന്നത്. ദൈവം ഉള്ളവൻ പറയും അവിടെ ദൈവം ഇരിപ്പുണ്ട്, അവൻ അവിടെ നിന്ന് തുടങ്ങുന്നത്. അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തുടങ്ങിയാൽ, ഒരു അന്വേഷണം തുടങ്ങിയാൽ എവിടെയെങ്കിലും എത്തൂല്ലേ? അതിപ്പോ കാക്കറി പോക്കറി ഇല്ല എന്ന് പറഞ്ഞ പ്രീ ജഡ്ജ്മെന്റ് ആണ് എന്ന് പറയും. ഓരോ കാര്യങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ അതല്ല, ഒരു സാധനം ഇല്ല, ഓരോ സാധനം ഇല്ലാത്ത ലോകത്തല്ലേ? ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അതല്ല, അതിനോട് ബന്ധമില്ല. എന്റെ മനസ്സിലെ ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി ഞാൻ ഒരു കാര്യം തുടങ്ങി, അന്വേഷണം തുടങ്ങിയാൽ എവിടെയെങ്കിലും എത്തൂല്ലേ? ജോസിയായിട്ട് ചോദിച്ചത് നമ്മളൊരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി അന്വേഷിച്ചാൽ അന്വേഷണം എത്തുമെന്നല്ലേ? ഓക്കെ, ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആ ഒരു പ്രീ ജഡ്ജ്മെന്റിൽ അതിനു മുന്നേ ഞാൻ ഈ ദൈവം ഉണ്ടോ ഞാൻ മനസ്സിലായി, കാര്യം മനസ്സിലായി. അതായത് ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്, അങ്ങനെ പ്രീ ജഡ്ജ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ആ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. ദൈവം ഇല്ല എന്നിപ്പോഴും പറയുന്നില്ല, ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് തെളിവില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം പ്രീ ജഡ്ജ്മെന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് എന്ന് ജോസേട്ടൻ പറഞ്ഞത് തെറ്റാണ്. കാരണം പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് മാറിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോഴും പ്രീ ജഡ്ജ്മെന്റ് ഉണ്ട്, ദൈവം ഉണ്ടെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. അതെങ്ങനെ ജോസേട്ടാ ശരിയാകുന്നത്? അതായത് നിങ്ങൾ ഫുട്ബോൾ കളിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ ഒരു കളിയാ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാകുന്നത്? അടുത്ത എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഒരു 0 എന്ന് തുടങ്ങാൻ പറ്റുമോ?
അത് നമ്മുടെ ചെറുപ്പത്തിൽ അല്ല, അത് ഇതെന്താ ഒരു hypothesis ആണ്. നമ്മുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് അത് വിട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പൊ ഇപ്പോഴും സംഭവിക്കുന്നത് എന്താ, എന്റെ ചെറുപ്പകാലത്തെ എന്റെ അനുഭവങ്ങള് എന്നെ പഠിപ്പിച്ചത് മറ്റത് മറിച്ച് ഇതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ വളർന്നത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല. അപ്പൊ അങ്ങോട്ടായി. അത് കഴിഞ്ഞപ്പോ അവിടെ എന്തോ പ്രശ്നം വന്നു, നിക്ക് അവിടെ എന്തോ പ്രശ്നം വന്നു. അപ്പൊ ഇങ്ങോട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്, ഇത് രണ്ടും ഇത് ഒന്നും നോക്കാതെ എനിക്കറിയില്ല. ഒരു മനുഷ്യന് അറിവ് കിട്ടുന്നത് അധികവും സെൻസസിൽ കൂടെ അല്ലേ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അല്ലേ. രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, ഒരു 0 ലെവലിൽ വെച്ചിട്ട് എനിക്കറിയില്ല എന്നും പറഞ്ഞ ഒരു നിഷ്പക്ഷമായ അന്വേഷണം എന്റെ മനസ്സിൽ എനിക്കൊരു മനുഷ്യന് സാധിക്കുകയോ ഇല്ലയോ ഒന്ന്. പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ കിട്ടുന്ന അറിവുകളുണ്ട്, അതുണ്ടോ ഇല്ലേ, ഇത് രണ്ടുമാണ് എനിക്കറിയാം. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അല്ലാതെ കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ 6th സെൻസ് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ സയൻസ് പഞ്ചേന്ദ്രിയത്തിലൂടെ കിട്ടുന്നതല്ല. കാരണം നമ്മൾ നോക്കിയാൽ നമ്മൾ ആരും ഉരുണ്ട ഭൂമിയെ കണ്ടിട്ടില്ല. ചോദ്യങ്ങളുണ്ട് കേട്ടോ. അതെ, മനസ്സിലായി. നമ്മളാരും ഉരുണ്ട ഭൂമിയെ കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയത്തിലൂടെ നമ്മൾ കണ്ടത് പരന്ന ഭൂമിയാണ്. പക്ഷെ നമ്മൾ അതിനെയല്ല വിശ്വസിക്കുന്നത്, ഉരുണ്ട ഭൂമിയാണ് വിശ്വസിക്കുന്നത്, അല്ലെ? അല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടത് അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, അതല്ല നമ്മൾ വിശ്വസിച്ചത്. അതെ, അല്ല വിശ്വസിക്കുന്നത്. സയൻസ് കാണിച്ചു തന്നത് പഞ്ചേന്ദ്രിയം കൊണ്ട് നമ്മളെ കാണിക്കുന്നതല്ല, അതിന് പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതാണ് സയൻസ്. അപ്പം ജോസേട്ടൻ പറഞ്ഞത് നമ്മൾ പഞ്ചേന്ദ്രിയത്തിൽ കൂടി കാണുന്ന അല്ലാത്ത മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പഞ്ചേന്ദ്രിയത്തിൽ കൂടി കാണുന്ന അല്ലാത്തത് യാഥാർത്ഥ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് 6th സെൻസ് എന്നുള്ള ചോദിച്ചെങ്കിൽ അങ്ങനെ അത് ഞാൻ പറയുന്നില്ല. പിന്നെ 0യിൽ നിന്നും തുടങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തുടങ്ങാൻ പറ്റുമെന്ന്. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് തെളിവ് തരുവാണെങ്കിൽ എടുക്കാം. ഇനി ഇല്ല എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലാത്തൊരു കാര്യത്തെ തെളിയിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇവിടുന്ന് എനിക്ക് അമേരിക്കയിലേക്കും പോവാം, ജപ്പാനിലേക്കും പോവാം. ഞാൻ ജപ്പാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് അമേരിക്കയിൽ കാഴ്ച കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ദൈവം ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ ദൈവം ഉണ്ട് ഏതെങ്കിലും ഒരിടത്തും ഞാൻ ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ കൂടെ പോകുന്നത്. അപ്പൊ ഞാൻ മറ്റേ കാഴ്ച കാണുമോ? ഇല്ല, ദൈവം ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഉദാഹരണങ്ങൾ നമ്മൾ പൊരുത്തപ്പെടുന്നില്ല. സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആകുന്നത് ഒരു മനുഷ്യന് 17 to 20 ആണെന്നാണ് പറയുന്നത്. ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു മതം അങ്ങ് കുത്തിക്കയറ്റി വെക്കും. ഫുള്ളി. ഇപ്പൊ ഞാൻ എന്റെ മകനോട് 8ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞ വാചകമാണ്, പിന്നെ നിനക്ക് മതവിശ്വാസിയാണോ എന്നുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോഴേക്കും നിന്റെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആവും. ആ സമയത്ത് ഖുറാനോ ബൈബിളോ ഭഗവത്ഗീത എന്താണെന്ന് എടുത്തു വെച്ച് വായിച്ച് ശരിക്ക് പഠിച്ചിട്ട് അത്യാവശ്യമാണെങ്കിൽ നീ മതം എടുത്തു. പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ അമ്മയും സമൂഹവും ആദ്യം ഒരെണ്ണം ഇഞ്ചക്ട് ചെയ്യും. അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. 17-18 ആവുമ്പോഴാണ് ഈ സാധനം വേണമെങ്കിൽ എടുക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നമ്മളെ ഒരു കോർണറിൽ എത്തിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവിടുന്ന് പിന്നെ ആകെ പറ്റുന്ന സ്വതന്ത്ര ചിന്തയോടെ എല്ലാത്തിനെയും ഇതായിട്ട് എടുത്തിട്ട് നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആയി തീരുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എന്ന് പറയണ്ട, അത് ലേറ്റ് ആയിട്ടാണ് നമുക്കിതെല്ലാം മനസ്സിലായി വരുന്നത് തന്നെ. അത് ഈ ഒരു 0യിൽ നിന്ന് നമുക്ക് കിട്ടിയത് തെറ്റാകാൻ ശരിയാകാം. ഇനി കിട്ടാനിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് മാത്രം ശരി, എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഇതാണ് ശരി എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രീ ജഡ്ജ്മെന്റിലായി. അല്ല, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ ഇതാണ്. അത് വായിച്ചുകൊണ്ട് ഇത് കേട്ടതുകൊണ്ട് ഇതെങ്ങനെ അല്ല ജോസഫ്, നമ്മളിത് 0 തുടങ്ങി ഇല്ലാത്ത അല്ലെങ്കിൽ ഉള്ള ദൈവത്തെ അന്വേഷിച്ച് പോകില്ല. നമുക്ക് വേറെ പണിയുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നു, ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ദൈവത്തിന് തെളിവുണ്ട് നമ്മൾ എടുക്കുന്നു. ഇത് അന്വേഷിച്ച് എന്തിനു വേണ്ടി പർപ്പസ്ഫുൾ അന്വേഷിച്ചുകൊണ്ട് കാര്യം എന്താണ്? നമ്മൾ 0 എങ്ങും പോകില്ല. നമ്മൾ നോർമലായിട്ട് ജീവിക്കുന്നു. അതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. പക്ഷെ അതുകൊണ്ട് അവിടെ അത് ആകാശമാവിനില്ല, ഇല്ലെങ്കിൽ ആകാശമാവിനുണ്ട്. ഇത് രണ്ടും പറയാൻ എങ്ങനെ സാധിക്കും? അതാണ് അത് പറഞ്ഞു കഴിഞ്ഞു. തെളിവ് കൊണ്ടുവരുന്നവരെ
അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ അംഗീകരിക്കുന്നില്ല. ദൈവം ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതാണ് റിപ്പീറ്റ് ചെയ്യണം. ജോസാനത് മനസ്സിലാവാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവം ഇല്ല 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 എന്നൊരു നിരീശ്വരവാദികളിൽ നിന്ന് പ്രയോഗം തെറ്റാണ്. നമ്മളങ്ങനെ വാദിക്കില്ല. നമുക്ക് വേറെ പണിയില്ല. നമുക്ക് ജോലി ചെയ്യണം, കുടുംബം പഠനം. ആരെങ്കിലും ദൈവത്തിന് തെളിവ് കൊണ്ടുവരുന്നവരെ നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. That's it. അത് ഓരോരുത്തരുടെ ചോയ്സ്. ഞാൻ എന്റെ ഒരു ചോദ്യം, എനിക്ക് അങ്ങനെ വേറെ പണിയൊന്നും ഇതിന് പോകാൻ താല്പര്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് ഒരു സീറോ എന്ന് എനിക്കിത് കൃത്യമായിട്ട് അറിയണം എന്ന് എനിക്കൊരു തോന്നൽ വന്നു വിചാരിച്ച, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് രണ്ടും മാറ്റിവെച്ച് ഒരു സ്വതന്ത്ര ചിന്തയായിട്ട് അങ്ങനെ അന്വേഷിച്ച് പോവാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണോ? ബുക്ക് വായിക്കണം. എവിടെ അന്വേഷിച്ച് പോകണം? 500 കൊല്ലം മുന്നേ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയായിരുന്നു? അവരെവിടെ അന്വേഷിച്ച് പോയേ? അപ്പൊ ഇങ്ങനെ നമ്മൾ എവിടേക്ക് ജോസഫ് ആദ്യം പോണേ? ഇവിടുന്ന് എഴുന്നേറ്റ് നേരെ എന്ത് ചെയ്യും? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മുന്നേ ഈ 500 കൊല്ലം മുന്നേ, 500 വേണ്ട, ഒരു 500 കൊല്ലം മുന്നേ ഒരു മനുഷ്യൻ തോന്നുകയാണ്, ഓ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചാൽ പറ്റില്ല. അപ്പൊ അവരൊക്കെ എവിടെ നിന്ന് ചിന്തിച്ചിട്ടാ ഇന്നത്തെ അവസ്ഥയിൽ വന്നേ? ഈ എക്സ്പെരിമെന്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടേ? ഇല്ലാതെ ഇപ്പൊ യാദൃശ്യമായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് മനുഷ്യര്. എക്സ്റേ ഒക്കെ അങ്ങനെ കണ്ടുപിടിച്ചാണ്. അധികം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അതിന് എന്റെ മനസ്സിൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണം. അങ്ങനെ തുടങ്ങിയാലേ എവിടെയെങ്കിലും എത്താൻ സാധ്യതയുള്ളൂ എന്ന് എങ്ങനെയുണ്ട്? അല്ല, അങ്ങനെ തുടങ്ങിക്കോ. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വിശ്വാസവും നമ്മൾ ചോദ്യം ചെയ്തേ ഇല്ല. അല്ല, ജോസേട്ടന് തുടങ്ങാം. മറ്റുള്ളവർക്ക് ഒരു ശല്യമില്ല. ഇപ്പൊ ജോസേട്ടൻ വീട്ടിലിരുന്നിട്ട് പറയുവാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് താല്പര്യം. സമ്മതിച്ചു, മറ്റുള്ളവരെ ശല്യം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞിരുന്നത് എനിക്ക് ആ കുഴപ്പമുണ്ടായി, എനിക്ക് ഈ കുഴപ്പമുണ്ടായി, അവരങ്ങനെ അല്ല, അങ്ങനെ നമുക്കുണ്ടായ കുഴപ്പങ്ങളല്ല, നമുക്ക് ഉണ്ടാക്കി തന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു കൂട്ടരവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടരില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആർക്കും ഇരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ആ കൂട്ടരുള്ളതുകൊണ്ട് നമ്മൾ അധികം സ്ട്രെസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇത് ഈ പോക്ക് ശരിയല്ല. അല്ല, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയണ്ടേ? അപ്പൊ പറയണം. അതേ പറയുന്നുണ്ട്. പക്ഷെ ഈ ആകാശമാമനെ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം തന്നെ. ആകാശമാമന്റെ എന്തെങ്കിലും കാര്യം ഞാൻ ഒരു കാര്യം ജോസിയൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ജോസിയൻ ഉണ്ടാകും ഇല്ല? എന്തെങ്കിലും അറിവ്, എന്തെങ്കിലും തരത്തിലുള്ള നോളജ് കിട്ടിയിട്ടുണ്ടോ? കുറച്ചെങ്കിലും എന്തെങ്കിലും നോളജ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി. സമൂഹത്തിൽ ജീവിക്കുന്ന ദുരനുഭവങ്ങൾ അവിടുന്ന്. അതെ, ശരി. അല്ല, അതിനെ ഞാൻ ദുരനുഭവം ആക്കിയാൽ അങ്ങനെയാവും. അല്ല, ഞാൻ പറയാം ഈസ് ഡിഫറെന്റ് ഫ്രം മൈ തിങ്കിങ്. അതാണ് പറയുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള ബേസിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് വേണ്ട, അല്ലാതെ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇതിന്റെ അകത്തുനിന്ന് എവിടെ നിന്നേലും ജോസിയേട്ടന് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുന്നുണ്ടെന്ന് ജോസിയേട്ടന് തോന്നുന്നുള്ളതുകൊണ്ടാണല്ലോ ജോസിയേട്ടൻ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വരുന്നത്. അത് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പക്ഷപാതം പിടിച്ചതല്ല. എനിക്ക് ഒരാളെ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ദൈവമില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എന്റെ ഈ ഫ്രീ തിങ്കിങ് നിങ്ങൾ പറഞ്ഞല്ലോ, ആ ഫ്രീ തിങ്കിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയിന്ന് കൊടുക്കണം. ആ പ്രീ ജഡ്ജ്മെന്റ് പാടില്ല. അത് ശരിയാണ്. അതെ, നമ്മുടെ ചുറ്റുമുള്ളവരും സീറോയിന്ന് തുടങ്ങാത്തതുകൊണ്ട് ഒരു പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ ചുറ്റുമുള്ളവർ തുടങ്ങിയാണ് അവന്റെ പ്രശ്നം. എനിക്ക് അല്ല, നമ്മളെ ബാധിക്കുന്നുണ്ട്. അവര് തുടങ്ങാത്തതിന്റെ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. ഞാൻ ഫ്രീ തിങ്കിങ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ തിങ്കിങ് പറയുന്നത് അല്ലാണ്ട് ശരിക്കും ഫ്രീ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫ്രീ അല്ല ജോസഫ്, ഞാൻ ഒരു കാര്യം ചോദിച്ചേ. ഇപ്പൊ എന്റെ മരണശേഷം എന്റെ ബോഡി എനിക്ക് മെഡിക്കൽ കോളേജിന് കൊടുക്കാനാണ് താല്പര്യം. പക്ഷെ ഞാനത് എഴുതി വെക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പം അതിന്റെ അകത്ത് 3 പേരുടെ സിഗ്നേച്ചർ വേണം. എന്റെ അച്ഛൻ, അമ്മ, അല്ല എന്റെ ഭാര്യ, ഇപ്പൊ ചേട്ടനുള്ളതുകൊണ്ട് ചേട്ടൻ, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ആരെങ്കിലും ഒരാളുടെ. ഇവർ രണ്ടുപേരും സൈൻ ഇടാൻ തയ്യാറല്ല. ഞാൻ അവരുടെ കള്ള ഒപ്പിട്ടെന്ന് തന്നെ കൂട്ടിക്കോ. പക്ഷെ ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ബോഡി എല്ലാ മതചടങ്ങുകളോട് കൂടി തന്നെ ഇവർ ചെയ്യും. അപ്പോ അവർ എന്നോട് കാണിക്കുന്നത് നീതിയാണോ? അപ്പൊ അവർക്ക് ആത്മാവ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം അവര് സീറോയിൽ നിന്ന് തുടങ്ങുന്നില്ല. അവര് റാഷണൽ ആയിട്ട് നമ്മളെ സമീപിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. അതൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി. എവിടെയെങ്കിലും തുടങ്ങിയാലേ നമുക്ക് ജോസായിട്ട് വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റും ഇല്ല. ജോസായിട്ട് അങ്ങനെ പ്രീ ജഡ്ജ്മെന്റ് ചെയ്തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റും ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു. എനിക്ക് തോന്നിയത് ഇങ്ങനെ എപ്പോഴും ഇത് ഒരു സൈഡ് വെച്ച് പറയുമ്പോ ആ ജഡ്ജ്മെന്റിന് വരുന്നതാണ്. നമുക്കിപ്പോ ദൈവമുണ്ട്, ആത്മാവുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതില്ലാന്ന് പറയേണ്ടി വരുന്നു. അപ്പോഴും പ്രീ ജഡ്ജ്മെന്റ് ആയി.
ഉള്ളവർ അത് തെളിയിക്കുന്നിടത്തോളം തെളിയിക്കട്ടെ, അല്ലെങ്കിൽ തെളിവിട്ടെ. അത് തെളിയിക്കൂല്ലെന്നല്ല. ആത്മാവുണ്ട് സ്വർഗമുണ്ടെന്ന് ഒരാൾ പറയുമ്പോ ഞാൻ പറയില്ല, അപ്പൊ അത് ഇല്ലാന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. തെളിവില്ലാന്ന് പറയുന്നത്, തെളിവ് കൊണ്ട് അപ്പൊ വിശ്വസിക്കാന്ന് പറയുന്നു. അങ്ങനെ പറയണുള്ളൂ. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ പ്രീ ജഡ്ജ്മെന്റിലായി കഴിഞ്ഞു. തെളിവുണ്ടാന്ന് പറയുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഒരു കാലത്തും അതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. തെളിവില്ലാത്തത് കാലം നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? ബൾബ് കണ്ടുപിടിക്കാൻ തുടങ്ങിയവൻ ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷെ അവൻ ഫെയിലായി ഇത് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് തീർന്നു. പക്ഷെ അവൻ പിന്നെയും പോയി. അങ്ങനെ പോയി ആരും തെളിവ് കൊണ്ടുവരട്ടെ, അപ്പൊ നമ്മൾ എടുക്കും. ഇല്ല, അത് പോട്ടെ. അവൻ അങ്ങനെ പോയത് കൊണ്ടാണ് അവൻ എവിടെയെങ്കിലും എത്തിയത്. അപ്പൊ ഒരാൾ പറയുന്നത് സ്വർഗമില്ല, ദൈവമുണ്ട്, മറ്റത് അല്ലെങ്കിൽ പറഞ്ഞായിരുന്നു അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ജഡ്ജ്മെന്റിലായി കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് സത്യം നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് വൈൻഡപ്പ് ഒരു 5 മിനിറ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണോട്ടോ, സമയം തീരമാണ്. പ്രീ ജഡ്ജ്മെന്റ് അല്ല, ആ സീറോയിൽ തുടങ്ങി ആ സീറോയെ തന്നെ നിൽക്കാനാണെങ്കിൽ ആ സീറോയും പിടിച്ചോന്നിരിക്കാം. പക്ഷെ അപ്പൊ സീറോയിൽ പിന്നെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കണ്ടേ മുന്നോട്ട് പോകാനായിട്ട്? അല്ല, വേണ്ട, ഒരു പക്ഷം പിടിക്കും. അല്ല, അപ്പൊ പിന്നെ സീറോയിൽ തന്നെ നിൽക്കും. ഇല്ല, അതാണ് നിൽക്കില്ല. അതിന് വഴികളുണ്ട്. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ നേരമില്ല. നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയപരിമിതി മൂലം